എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങൾ. എബ്രായർ 1-ാം അധ്യായം 1-2 വചനങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എബ്രായർ 1-2 വചനങ്ങളാണ്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പുത്രൻ വഴി എന്താണ് സംസാരിച്ചത് നമ്മൾ മിനിയാന്ന് രാത്രിയിൽ കണ്ടു. ക്രിസ്തു യേശുവിന്റെ ശക്തി യോഹന്നാന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്ന രീതികളെ നമ്മൾ വിശദീകരിച്ചു. 1-ാം തിരുവചനം നമുക്ക് എടുക്കാം. വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ധ്യാനമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഈ പഠിത്തത്തിൽ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ് അങ്ങനെ പഠിച്ച് 10-ാം ക്ലാസ് വരെയത്. അപ്പം അതിന് 1-ാം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ഗൗരവമാവും. 2-ാം ക്ലാസ് UP സ്കൂളാകുമ്പോൾ അല്പം കൂടെ ഗൗരവം, ഹൈസ്കൂളാകുമ്പോൾ സ്വല്പം കൂടെ ഗൗരവം, കോളേജൊക്കെ ആകുമ്പോഴത്തേക്ക് ഗൗരവമുള്ള പഠിത്തമാകും. ഇതുപോലെ ആധ്യാത്മിക ജീവിതത്തിനുമുണ്ട് 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഗൗരവമായിട്ടുള്ള വളർച്ചയും. ഈ 1-ാം ക്ലാസ്സിലെ ധ്യാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിപ്പ്, പാട്ട്, കയ്യടി, ഇങ്ങനെ ഒത്തിരി സ്വരമൊക്കെ വെച്ചിരിക്കുക. സ്വരമില്ലേ സഹിക്കാൻ മേല, സ്വരം, ബഹളം, ഇളക്കം, ഇതെല്ലാം ഇങ്ങനെ വെച്ച് അവിടെ കൊണ്ട് മാത്രം നിൽക്കുന്ന ധ്യാനങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ആധ്യാത്മികതയിൽ വളരാത്തതിൻ്റെ കാരണവും എല്ലാ ധ്യാനവും ഈ 1-ാം ക്ലാസ്സിൽ നിർത്തുന്ന ധ്യാനമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആധ്യാത്മിക ജീവിതം വളരുകയില്ല. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും ഇതാ. ഒരേ തരം ധ്യാനങ്ങൾ പല വിധത്തിൽ എല്ലാവരും വരുന്നു, ഒരേ പ്രാർത്ഥന, ഒരേ സ്തുതിപ്പ്, ഒരേ രീതി. ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പയറ്റി വർദ്ധിക്കും, സ്പിരിച്വാലിറ്റി ഇല്ലാതാവും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ധ്യാനകേന്ദ്രങ്ങൾ കൂണുപോലെയാണ്. കേരളത്തിൽ എത്ര എണ്ണമുണ്ട്, എത്ര ധ്യാനകേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ധ്യാനം കൂടുന്നവരുടെ എണ്ണവും അങ്ങേയറ്റം. നാട്ടിൽ പെണ്ണ് കേസും കൊലപാതകവും പിടിച്ചുപറിയും പഴയതിൻ്റെ 10 ഇരട്ടിയായിട്ടുണ്ട് താനും. കാരണം പയറ്റി വർദ്ധിച്ചു, പക്ഷേ സ്പിരിച്വാലിറ്റി വർദ്ധിച്ചിട്ടില്ല. പള്ളിയിൽ ഒരു സ്വഭാവം, വീട്ടിൽ മറ്റൊരു സ്വഭാവം. ഈ പയറ്റിയുണ്ട്, പ്രത്യക്ഷത്തിലെല്ലാം ഉണ്ട്, ആഴത്തിലേക്ക് വളരുകയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ധ്യാനമെന്ന് പറയുന്നത് ദൈവത്തെ ലിസൺ ചെയ്യാൻ പഠിക്കുന്നതാണ്. പ്രാരംഭം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വളർച്ചയെന്ന് പറയുന്നത് മൗനം പാലിച്ച് ദൈവത്തെ കേൾക്കാൻ പഠിക്കുന്നതാണ്. അങ്ങനെ കേൾക്കുന്നതാണ് ഭാരതീയ ചിന്ത. മുനിമാർ ഋഷികേശിലും കൈലാസത്തും ഒക്കെ ഹൈന്ദവ ആചാര്യന്മാർ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ തന്നെ ക്രൈസ്തവ സന്യാസ പ്രസ്ഥാനങ്ങളിൽ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കേൾക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴത്തേക്ക് 1 വയസ്സോ 2 വയസ്സോ ഉള്ള മോൻ അവൻ്റെ ശ്രദ്ധ കുറഞ്ഞാൽ ഓടി നടന്ന് ബഹളം വെക്കുന്നതാണ്. എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേണ്ടി. അത് കുട്ടിക്കാലം. അതേസമയത്ത് 10-15 വയസ്സാകുമ്പോൾ ഓടി നടക്കാൻ തുടങ്ങിയാൽ ചെവിക്ക് പിടിച്ച് കിഴുക്ക് കൊടുക്കും. കാരണം ഏതാണ്ട് കുറവുണ്ട്, അല്ലെങ്കിൽ എന്തോ അപാകതയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ കുഞ്ഞുനാളിൽ പള്ളിയിൽ പോകുമ്പം അപ്പൻ്റെയും അമ്മയുടെയും കയ്യെ പിടിച്ചുകൊണ്ട് പറയും, ഉടുനാട മേടിച്ചതാ, കിലുക്കം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിൽ മേടിച്ചതാ. അത് കുട്ടിക്കാലം. 10-30 വയസ്സാകുമ്പോഴും ഊത്ത് മേടിച്ചതാ, ബലൂൺ മേടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ കുഴപ്പമുണ്ട്, ഞരമ്പിന് എന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. ഇതുപോലെ ആധ്യാത്മിക ജീവിതത്തിലുമുണ്ട് ഒരു കുട്ടിക്കാലം. ദൈവമേ പനി മാറ്റിയതാ, നല്ല ശമ്പളം താ, നല്ല ജോലി താ, നല്ല മക്കളെ താ, നല്ല വീട് താ, ഊത്തപ്പം താ, കുഴലപ്പം താ, ഉഴുന്നാടതാ. ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ 1-ാം ക്ലാസ് എന്ന് പറയും. അതേസമയത്ത് കുറച്ച് വളർന്നു കഴിയുമ്പോഴോ കുഞ്ഞുനാളിൽ അതും ഇതും മേടിച്ച് തരാൻ പറഞ്ഞ കൊച്ച് 26-ാം വയസ്സിൽ ഒരു നല്ല ജോലി കിട്ടി, 1-ാമത്തെ ശമ്പളം കിട്ടുമ്പം അപ്പനോടും അമ്മയോടും ചോദിക്കുക, അപ്പന് ഞാൻ എന്നാ മേടിച്ച് തരണം, അമ്മയ്ക്ക് ഞാൻ എന്നാ മേടിച്ച് തരണം. അത് കേൾക്കുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയും. ഇതുപോലെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് നിറയ്ക്കുന്നൊരവസ്ഥയുണ്ട്. അത് താ ഇത് താ എന്ന് പറഞ്ഞ ആൾ ചോദിക്കുക, ദൈവമേ നിന്റെ തിരുമനസ് നിറവേറ്റാൻ ഞാൻ എന്നെ അങ്ങോട്ട് ചെയ്യണം. അതാണ് വളർച്ച. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. പ്രപഞ്ചത്തിലേക്ക് തിരിയുക. ഗോ ടു ദ നേച്ചർ ആൻഡ് ഒബ്സർവ് ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കരങ്ങളും കരത്തിന്റെ സ്പർശനങ്ങളും പ്രപഞ്ചത്തിലുണ്ട്, നമ്മൾ കാണുക. പൂർവ്വകാലങ്ങളിൽ പല രീതികളിൽ പല വഴികളിൽ ദൈവം സംസാരിച്ചു, ഇന്നും സംസാരിക്കുന്നു. അപ്പൊ ധ്യാനമെന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന വഴികളെ നമ്മൾ സാവധാനം കണ്ടുപിടിക്കുക, അത് ധ്യാന വിഷയമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുക. പുരാതന കാലങ്ങളിൽ പ്രാചീന മതങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാകൃത മതങ്ങൾ, അവരൊക്കെ ശക്തമായ കാറ്റ് വന്നപ്പം കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ കാറ്റിനെ ദൈവമായി ആരാധിച്ച ഭാരതീയ പശ്ചാത്തലം. വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളത്തെ അതിജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ ജലത്തെ ദേവതയാക്കി, തീയെ ദൈവമാക്കി, കാറ്റിനെ ദൈവമാക്കി, ഇതിനെയൊക്കെ ദൈവമാക്കി ആരാധിച്ച ഒരു രീതിയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്നു. എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന വഴികൾ?
പല വഴികളിൽ സംസാരിക്കുന്നു. ഒന്ന്, ദൈവം സംസാരിച്ച 8 വഴികളുണ്ട്. ആ 8 വഴികളാണ് നമ്മൾ കാണുക. സംസാരത്തിന്റെ പൂർണ്ണത ഈശോ മിശിഹായിലൂടെയാണ്, നമുക്കറിയാം. പക്ഷേ അത്രയും വ്യക്തമല്ലാത്ത വിധത്തിൽ ദൈവം സംസാരിച്ച 8 വഴികളുണ്ട്. ഒരുപാട് വഴികളുണ്ട്. 8 എണ്ണത്തെ മനസ്സിൽ ആഴത്തിൽ കുറിക്കാൻ വേണ്ടി നമ്മൾ കുറിച്ചിടുന്ന 8 വഴികൾ. ഒന്ന്, ദൈവം മനുഷ്യനോട് സംസാരിച്ച ഒന്നാമത്തെ വഴിയാണ്, ഈ പ്രപഞ്ചത്തിൽ ദൈവം സംസാരിച്ച ഒന്നാമത്തെ വഴിയാണ് വൃക്ഷലതാദികൾ, പുഷ്പങ്ങൾ. നമ്മൾ ഈ ധ്യാനം കൂടി കഴിയുമ്പം വെറുതെ പ്രപഞ്ചത്തെ നോക്കി ഒന്ന് ധ്യാനിക്കാൻ പഠിക്കണം. ദൈവം സംസാരിച്ച വഴികളാണ് വൃക്ഷങ്ങളും പുഷ്പലതാദികളും ഒക്കെ. എന്താണ് വൃക്ഷം സംസാരിച്ച പാഠം? ഇവിടെ നമ്മൾ ഈ ഡല്ലാസ് പ്രദേശത്ത് വന്നപ്പോൾ കണ്ടു ഒത്തിരി മരങ്ങളുണ്ട്. നല്ല രസമാണ്. നമ്മൾ ഫ്ലോറിഡയിലൊക്കെ ചെല്ലുന്ന പോലെ ഒരു പ്രത്യേക അന്തരീക്ഷം, പുൽത്തകിടികളും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഈ മരം ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ വൃക്ഷം പഠിപ്പിക്കുന്ന പാഠം? വൃക്ഷം പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: മകനെ മകളെ ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുക. ഇതാണ് മരം പഠിപ്പിക്കുന്ന പാഠം. ദൈവത്തിലേക്ക് പൊക്കം വെക്കുക, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കണം. വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ? വൃക്ഷം അങ്ങ് താഴെ നിന്നും വേരിലൂടെ വെള്ളം വലിച്ചെടുത്ത് അങ്ങ് മുകളിൽ എത്തിച്ചിട്ട് ദൈവത്തിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുക. അതേസമയം മനുഷ്യരാശിക്ക് തണൽ പകരുകയാണ്. വൃക്ഷങ്ങൾക്ക് ചെല്ലമനയുകയാണ്. സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കുന്നു, ദൈവത്തിലേക്ക് പൊക്കം വെക്കുന്നു. ഇതാണ് മരം പഠിപ്പിക്കുന്ന പാഠം. ദൈവത്തിലേക്ക് മാത്രം ഉയർന്നാൽ പോരാ, സഹോദരങ്ങളെ കൂടെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളിലേക്ക് മാത്രം പടന്നാൽ പോരാ, ദൈവത്തിലേക്ക് പൊങ്ങുകയും വേണം. നിരീശ്വരവാദികളും നിരീശ്വര പ്രസ്ഥാനങ്ങളും പരോപകാര പ്രവൃത്തി ചെയ്യും, സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കും. പക്ഷെ ദൈവത്തിൽ വേരില്ല. വേറെ ചില ആൾക്കാർ എപ്പോഴും സ്തുതിപ്പും പ്രാർത്ഥനയുമാണ്, പക്ഷെ പാവപ്പെട്ടവരെ കുറിച്ച് പരിഗണനയില്ല. ഇത് രണ്ടും വേണം. വൃക്ഷം പഠിപ്പിക്കുന്ന പാഠം ദൈവത്തിലേക്ക് വേരൂന്നി ദൈവത്തിലേക്ക് വളരുക, സഹജീവികൾക്ക് പറ്റുന്ന വിധത്തിൽ കൊച്ചു കൊച്ചു നന്മ ചെയ്ത് കടന്നു പോവുക. ഒരു വൃക്ഷം പഠിപ്പിക്കുന്ന പാഠം. പണ്ട് ഭാരതത്തിന്റെ സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായത് ഒരു വൃക്ഷത്തിന്റെ തണലിലാണ്. ഓർക്കുക, ഭാരതീയ പശ്ചാത്തലത്തിൽ കൊട്ടാരം വിട്ടോടിയ സിദ്ധാർത്ഥൻ ബോധോദയമുണ്ടായത് ഒരു മരത്തിന്റെ ചുവട്ടിലാണ്, ബോധിവൃക്ഷത്തിന്റെ തണലിൽ. എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം മനുഷ്യന് ഒരുപാട് ബോധോദയങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവായ അസീസിയിലെ ഫ്രാൻസിസ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും അനാവശ്യമായി മരം വെട്ടി മാറ്റരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു മരം വെട്ടി മാറ്റിയോ അതിന്റെ പുതിയൊരു തൈ അവിടെ നട്ടിരിക്കണം. അതോടൊപ്പം തന്നെ പറയും, തള്ളപ്പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് അടയിരിക്കുന്ന ഒരു ശിഖരമുള്ള മരം ഒരു കാരണവശാലും വെട്ടരുത്. കാരണം വൃക്ഷം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുന്നു, വായുവിനെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിലേക്ക് പൊക്കം വെക്കാനും സഹോദരങ്ങളിലേക്ക് വണ്ണം വെക്കാനും ഓരോ മരവും പഠിപ്പിക്കുന്നു. അപ്പോൾ വൃക്ഷലതാദികളിലൂടെ ദൈവം സംസാരിക്കുന്നു. അതുപോലെ പൂക്കളിലൂടെ ഒപ്പം തന്നെ വൃക്ഷലതാദികൾ, പുഷ്പങ്ങൾ. എന്താ പൂവിന്റെ പ്രത്യേകത? ഒരു മുല്ലപ്പൂവോ റോസപ്പൂവോ കയ്യിലിട്ട് ഞെരടി തിരുമ്മി പിശിലാകുമ്പോഴും തിരുമിയ കയ്യിൽ ഗന്ധം പരത്തിയിട്ടാണ് ഈ പൂ മാറുക. ഒരു ചന്ദന മരത്തിനോട് ഏത് കോടാലിക്ക് വെട്ടിയാലും വെട്ടുന്ന മഴുവിനും കോടാലിക്കും ഗന്ധം പരത്തി ചന്ദനം മുറിഞ്ഞു വീഴും. ദ്രോഹിക്കുന്നവർക്ക് കൂടെ നന്മ ചെയ്യാൻ മരം പഠിപ്പിക്കുന്നു, പുഷ്പലതാദികൾ പഠിപ്പിക്കുന്നു. അപ്പൊ വൃക്ഷത്തെ നോക്കി പഠിക്കുക, പുഷ്പങ്ങളെ നോക്കി പഠിക്കുക. 2, ജീവജാലങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. 1, വൃക്ഷലതാദികളിലൂടെ പുഷ്പങ്ങളിലൂടെ. 2, ജീവജാലങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. ഓരോ ജീവിയും ദൈവത്തിന്റെ അത്ഭുതമല്ലേ പ്രവർത്തിക്കുക. ഓരോ ചെറിയ ജീവിക്കും എന്തോ ഒരു ശക്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രകൃതി വാസന, നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് തന്നെ. എത്ര അത്ഭുതമാണ്. ഭരണജ്ഞാനം ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ഇരിക്കുന്ന താഴത്തെ ഡയറക്ടറുടെ മുറിയുണ്ട്. മുറിയുടെ വാതിക്കൽ ഹാങ്ങിങ് പോട്ട്സ് ഇങ്ങനെ കിടപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൂച്ചട്ടിയുടെ കീഴെ ഒരു ദിവസം ഞാൻ നോക്കുമ്പം 2 കുഞ്ഞു പക്ഷി ചൂണ്ടുവരൻ്റെ അത്ര നീളമുള്ളൂ, ഇത് പറന്ന് നടക്കുക. ചുണ്ടിൽ ചെറിയ വൈക്കോല്, നൂല്, പഞ്ഞിക്കഷ്ണം ഒക്കെ കൊത്തിക്കൊണ്ട് വന്നിരിക്കുക. വന്നിട്ട് കഷ്ടപ്പെട്ട് കൂട് മെനയുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ കാലിപ്പോല പോലെ നീണ്ട് ഞാൻ തൂങ്ങിക്കിടക്കുന്ന കുഴല് പോലത്തെ ഒരു കൂട്. എന്നിട്ടോ പറന്ന് നടന്ന് 2 കൈയിലും കിട്ടാവുന്ന പശമണ്ണ് മുഴുവൻ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കൂടിനകത്ത് തേച്ച് പിടിപ്പിക്കുക. അതിന് ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റിംഗ് സിസ്റ്റമാണിത്. ഇത് മൊത്തം ചെയ്യുന്നു. അത് കഴിഞ്ഞ് മുട്ടയിട്ടു, അടയിരുന്നു, കുഞ്ഞ് വിരിഞ്ഞു. കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കുമ്പം രാത്രിയിലും മറ്റും പറന്ന് നടന്നിട്ട് ഇത് മിന്നാമിനിങ്ങിനെ പെറുക്കി കൊണ്ടുവന്ന് ഈ പശമണ്ണിൽ പതിപ്പിച്ച് വെക്കുക. അതിന് സാധിക്കുന്ന മോസ്റ്റ് മോഡേൺ ഇല്യൂമിനേഷൻ. അതിനപ്പുറം അതിനൊന്നും പറ്റിയല്ല. മിന്നാമിനിങ്ങിനെ ഭിത്തിയിൽ പതിപ്പിച്ച് വെക്കുന്ന കുഞ്ഞു പക്ഷി. ഒരു പക്ഷിയുടെ തലയ്ക്കകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ശക്തിയാണ്. ഓരോ കൊച്ചു ജീവിയും ദൈവത്തിന്റെ അത്ഭുതമാണ് നമ്മോട് സംസാരിക്കുന്നത്. ഓരോ ജീവജാലത്തെ നോക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, പക്ഷികളെ ഇത്രമാത്രം കരുതുന്ന ദൈവം ഇതിലെത്രയോ അധികമായി നിങ്ങൾക്ക് കാവലും കരുതലുമായിരിക്കുകയില്ല. പക്ഷിയിലൂടെ സംസാരിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞതി അല്ലാമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അക്വേറിയമുണ്ട്.
വെറും 5 ഇന്ത്യൻ രൂപ കൊടുക്കാമെങ്കിൽ 1 മണിക്കൂർ സമയം ഉപ്പുവെള്ളത്തിലെ മത്സ്യങ്ങളെ കാണാം. ഒത്തിരി മത്സ്യമുണ്ട്. അതിൽ ഒരു മീനിന്റെ പേര് ഡോക്ടർ ഫിഷ് അല്ലെങ്കിൽ വൈദ്യ മത്സ്യം എന്നാണ്. എന്താണ് ഈ മീനിന്റെ പ്രത്യേകത? ടൂറിസ്റ്റ് ഗൈഡ് വിശദീകരിച്ചു തരും. അത് ഈ മീനിന്റെ ചെകിളയ്ക്ക് കീഴെ നൂലുപോലെ കുഴല് പോലൊരു സാധനം ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ഏതെങ്കിലും മത്സ്യത്തിന്റെ ദേഹത്ത് പൊട്ടോ ചൊറിയോ പഴുപ്പോ ദുർമേധസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മത്സ്യം ആടി ആടി ക്ഷീണിച്ച് വൈദ്യ മത്സ്യത്തിന്റെ അരികിൽ വരും. അപ്പോൾ ഈ വൈദ്യ മത്സ്യം ചെകിളയ്ക്ക് കീഴത്തെ കുഴല് സാവധാനം വെട്ടിയിട്ട് രോഗിയായ മത്സ്യത്തിന്റെ ദേഹത്തു നിന്നും എല്ലാ ദുർമേധസ്സും വലിച്ചെടുക്കും. 5 മിനിറ്റ് ട്രീറ്റ്മെന്റ് കഴിയുമ്പം രോഗിയായ വന്ന മത്സ്യം വാലാട്ടി ചെകിളയാട്ടി തല കുലുക്കി നൃത്തം ചെയ്ത് തിരിച്ചു പോകും. ഡോക്ടർ വീണ്ടും കുഴലും ചുരുട്ടി കാത്തിരിക്കുക, അടുത്ത പേഷ്യന്റിന്റെ വരവും കാത്ത്. ഒരു ചെറിയ മീനിന്റെ തലയ്ക്കകത്ത് ഈ വാസന വെച്ചത് എവിടെ? ഐതിഹ്യബലം മിത്തല്ലിത്. ഇന്നും തിരുവനന്തപുരത്ത് എന്നാൽ വിഴിഞ്ഞത്ത് കാണാം സെൻട്രൽ ഗവൺമെന്റിന്റെ അക്വേറിയം. 5 രൂപ പാസ് എടുത്താൽ കാണാം ഗൈഡ് ഈ മീനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരും. ഒരു കൊച്ചു മീനിന്റെ തലയ്ക്കകത്ത് ഈ ശക്തി വെച്ചത് എവിടുന്ന? ഈ കഴിവ് എവിടുന്ന? അപ്പോൾ 1 വൃക്ഷലതാദികളോട് സംസാരിക്കുന്നു, 2 ദൈവം സംസാരിക്കുന്ന വഴി ജീവജാലങ്ങളിലൂടെ, 3 ദൈവം സംസാരിക്കുന്ന മൂന്നാമത്തെ വഴി ഭാരതീയ പശ്ചാത്തലത്തിൽ പഞ്ചഭൂതങ്ങളിലൂടെയാണ്. ദൈവം പഞ്ചഭൂതങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാ ദൈവം പഞ്ചഭൂതങ്ങളോട് സംസാരിക്കുക? പഞ്ചഭൂതങ്ങൾ 5 എണ്ണം നമുക്കറിയാം. 1 മണ്ണ്, 2 വെള്ളം, 3 വായു, 4 ആകാശം, 5 അഗ്നി. പഞ്ചഭൂതങ്ങൾ 5. ഒന്നാമത് ദൈവം സംസാരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളിൽ മണ്ണാണ്. മണ്ണിലൂടെ ദൈവം വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തെ മനുഷ്യനെ നോക്കി പറഞ്ഞു, മനുഷ്യ നീ മണ്ണാവും. എന്താണ് ഈ മണ്ണ് പഠിപ്പിക്കുന്ന പാഠം? നമ്മുടെ നാട്ടിലെ അന്തരീക്ഷം എടുക്കുക. കിളച്ചിളക്കിയിട്ടിരിക്കുന്ന മണ്ണ് ഒരെണ്ണം, തൊട്ടപ്പുറത്ത് നല്ല കരിമ്പാറ. ഈ പാറയും മണ്ണും തമ്മിൽ ഒരു വലിയ വ്യത്യാസമാണ്. എന്താ പാറയുടെ പ്രത്യേകത? ഒരു ചീഞ്ഞ മുട്ട പാറയ്ക്കിട്ട് എറിയുകയാണോ, മുട്ടയുടെ തോടും വൃത്തികെട്ട വെള്ളവും കൂടെ എറിഞ്ഞവന്റെ മോന്തയ്ക്കിട്ട് പാറ തിരിച്ചറിയും. ഇതാണ് പാറയുടെ പ്രത്യേകത. ഒരു നല്ല ആപ്പിൾ പാറയ്ക്കിട്ട് എറിഞ്ഞാലോ, ആപ്പിളും കഷ്ണം കഷ്ണമാക്കി എറിഞ്ഞയാളുടെ മുഖത്തിനിട്ട് പാറ തിരിച്ചറിയും. ചീമൊട്ട എറിഞ്ഞാലും നല്ല ആപ്പിൾ എറിഞ്ഞാലും പാറ അതുപോലെ നമുക്കിട്ട് തിരിച്ചറിയും. എന്നാൽ കിളച്ചിളക്കിയുടെ മണ്ണിലേക്ക് ചീഞ്ഞ മുട്ടയെ എറിയാമെങ്കിൽ മണ്ണ് സ്വന്തം മാറിലേക്ക് ആ മുട്ടയെ സ്വീകരിക്കും. ഒരാപ്പിൾ എറിഞ്ഞാലോ മണ്ണ് സ്വന്തം മാറിടത്തിലേക്ക് ആ ആപ്പിളിനെയും സ്വീകരിക്കും. എന്നിട്ട് ചീമൊട്ടയെ വളമാക്കി ആപ്പിളിനെ ഫലമാക്കി നൽകും. ഇതാണ് മണ്ണ് പഠിപ്പിക്കുന്ന പാഠം. തിന്മയെ വളമാക്കി നന്മയെ ഫലമാക്കി നൽകുക. ചീത്ത പറയുന്നവരെയും അനുഗ്രഹിക്കുക. വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നൊമ്പരപ്പെടുത്തുന്നവരെ ആശീർവദിക്കുക. ഇതാണ് മണ്ണ് പഠിപ്പിക്കുന്ന പാഠം. അപ്പം മണ്ണിലൂടെ ദൈവം സംസാരിക്കുന്ന പാഠം ഇതാ. എല്ലാ തിന്മയെയും സകല ചീത്തയെയും വളമാക്കിയിട്ട് നന്മയെ ഫലമാക്കി കൊടുക്കുക. ചില മനുഷ്യരുണ്ടല്ലോ, ഒരാൾ ഒരു തെറി പറഞ്ഞാൽ തെറിയുടെ ലുത്തിനിയ തിരിച്ചു ചെല്ലുന്നവരുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തെന്ന് പറഞ്ഞ് എടുത്തിയാടുന്നവരുണ്ട്. അത് പാറയുടെ സ്വഭാവമാണ്. ആപ്പിൾ എറിഞ്ഞാൽ തിരിച്ചെറിയുക, മുട്ട എറിഞ്ഞാൽ തിരിച്ചെറിയുക. ചില മനുഷ്യരെ അങ്ങനെയുള്ള ആ സ്വഭാവക്കാരുണ്ട്. ഇവിടെയാണ് മണ്ണിന്റെ പ്രത്യേകത. തിന്മയെ വളമാക്കി നന്മയെ ഫലമാക്കി നൽകും. 2 വെള്ളം. പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തെ വെള്ളത്തെ എടുക്കാം. എന്താ വെള്ളത്തിന്റെ പ്രത്യേകത? വെള്ളം നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പാഠം, മകനെ മകളെ നിരന്തരം നീ കഴുകപ്പെടേണ്ടവനാണ്, ശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ്. ഇതാണ് വെള്ളം കാണിക്കുന്ന പാഠം. ടാപ്പിലെ വെള്ളമാണെങ്കിലും തടാകത്തിലേതാണേലും പുഴയിലേതാണേലും എവിടെല്ലാം വെള്ളം കാണുന്നു, വെള്ളം ഓർപ്പിക്കുന്ന കാര്യം, മകനെ മകളെ നീ നിരന്തരം കഴുകപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. തിരിച്ചറിയാത്ത ഒരു മാലിന്യം നിന്നിലുണ്ട്, എന്നിലുണ്ട്. ഈശോ അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസെ ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. കുളി കഴിഞ്ഞ എല്ലാവരിലും ഉണ്ട് അൺറെക്കഗ്നൈസ്ഡ് ഡിഫൈൽമെന്റ്. തിരിച്ചറിയാത്തൊരു കളങ്കം, തിരിച്ചറിയാത്തൊരു ചെളി നമ്മളിലൊക്കെയുണ്ട്. ഇതാണ് വെള്ളം പഠിപ്പിക്കുന്ന പാഠം. നിരന്തരം മകനെ മകളെ നീ കഴുകപ്പെടേണ്ടവനാണ്, നീ കഴുകപ്പെടേണ്ടവളാണ് വെള്ളം പഠിപ്പിക്കുന്നു. 3 വായു. വായു പഠിപ്പിക്കുന്ന പാഠം എന്താ? വായു പഠിപ്പിക്കുന്ന പാഠം അനങ്ങാപ്പാറ പോലെ ഇരിക്കരുത്, നിരന്തരം ചലിക്കണം, ചരിക്കണം, അനങ്ങണം. വായു ഉള്ളതുകൊണ്ട് പക്ഷി പറക്കുന്നു, വായു ഉള്ളതുകൊണ്ട് വണ്ടി ഓടുന്നു, വായു ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ നടക്കുന്നു. വായുവില്ലെങ്കിൽ ചലനമില്ല, വായുവാണ് ചലിപ്പിക്കുന്നത്. അപ്പോൾ ചില മനുഷ്യരുണ്ട്, ജീവിക്കുമ്പം തന്നെ മൃതരായ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ജീവിക്കുമ്പം തന്നെ അവർ മൃതാവസ്ഥയിലാണ്. അവർക്ക് വേണ്ടി തന്നെയാണ് സന്ധ്യാപ്രാർത്ഥന എത്തിക്കുന്നത്. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താലെ മോക്ഷത്തിൽ നിത്യഭാഗ്യം കൽപ്പിച്ചിരണം. കാരണം ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുന്ന അവസ്ഥ, ഇതാണ് നിശ്ചലാവസ്ഥ, മൃതാവസ്ഥ.
വായു പറയുന്നു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ചില മനുഷ്യരെ കാണാം കുനിഞ്ഞു പുല്ലുപോലും പറിക്കുകയല്ല. രാവിലെ എഴുന്നേക്കുന്ന പാടെ TV കണ്ടു, പത്രം വായിച്ചു, ബെഡ് കോപ്പി കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, പിന്നെയും കിടന്നു, ഉച്ചയ്ക്കുണ്ടു, പിന്നെയും മയങ്ങി, വൈകുന്നേരം ക്ലബ്ബിൽ പോയി തിരിച്ചു വന്നു, അല്പം സീരിയൽ കൊണ്ട് കിടന്നുറങ്ങാം. നാട്ടിൽ ചില മനുഷ്യരെ കാണാം. ചോദിച്ചാൽ അവർക്ക് വ്യാഖ്യാനമുണ്ട്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ പത്തായമോ ഇല്ല, ദൈവം അവയെ പോറ്റുന്നു. അങ്ങനെ പക്ഷിന്ന് ഞങ്ങൾ പാഠം പഠിച്ചുകൊണ്ടിരിക്കുക. എന്താ ഈ ആകാശപക്ഷി എന്ന് പാഠം പഠിക്കാൻ ക്രിസ്തു പറഞ്ഞത്? ആകാശപക്ഷി എന്ന് പാഠം പഠിക്കാൻ ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം ഇതാ. ആകാശത്തിലെ പക്ഷിയുടെ പ്രത്യേകത ഇതാണ്: നിറയെ ഗോതമ്പ് മണികൾ നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടത്തിന്റെ മുകളിലൂടെ പറക്കുമ്പോഴും ആകാശത്തിലെ പക്ഷി ഒരു നേരത്തെ ആഹാരം മാത്രമേ സ്വന്തം ചുണ്ടുകൊണ്ട് കൊത്തിയെടുക്കൂ. ഇതാണ് ആകാശപക്ഷി പഠിപ്പിച്ച പാഠം. ആർത്തിയില്ല. നിറയെ നെൽക്കതിരുകളുടെ നെൽപ്പാടത്തിന്റെ മുകളിലൂടെ ഒരു തത്ത പറക്കുമ്പം ഒരു നേരത്തെ കതിരെ കൊത്തിയെടുക്കത്തുള്ളൂ. ഒരു ഗോതമ്പ് മണി മാത്രമേ, ഒരു ധാന്യക്കതിര് മാത്രമേ ഒരു ആകാശപക്ഷി കൊത്തിയെടുക്കൂ. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കുരുവി കറ്റയും ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട്? അതുകൊണ്ട് ആ കാക്കയ്ക്കും കുരുവിക്കും റേഷൻ കാർഡില്ലല്ലോ, പരിധിയുണ്ട്. ഏതെങ്കിലും ഉറുമ്പ് ഒരു ചാക്ക് പഞ്ചാരയും കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഒരു തരി പഞ്ചാര. പന്നിയെലിയാണെ പോലും 1 കിൻഡൽ കപ്പയും ചുമന്നല്ല പോവുക, 1 കഷ്ണം കപ്പ. ഈയിടെ പത്രത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ കപ്പ തിന്നുന്ന 2 ജീവികൾ ആരല്ല? ഉത്തരം: 1 കത്തോലിക്കർ, 2 പന്നിയെലി എന്നാണ്. അപ്പം പന്നിയെലി ആണേലും അത് ഒരു നേരത്തെ ആഹാരം മാത്രമേ എടുക്കത്തുള്ളൂ. ഇതാണ് ആകാശപക്ഷി എന്ന് പഠിക്കുന്ന പാഠം. അതിന് ആർത്തിയില്ല, ബഹളങ്ങളില്ല. ഈ ഒരു പാഠം പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അലസരായിട്ടിരിക്കുക എന്നുള്ളതല്ല. വായു പഠിപ്പിക്കുന്നു നിരന്തരം ചരിക്കണം, പ്രവർത്തന നിരതരായിരിക്കണം. ഇതാണ് വായു പഠിപ്പിക്കുന്ന പാഠം. ഇപ്പോൾ 1 മണ്ണ്, 2 വെള്ളം, 3 വായു, 4 ആകാശം. ദൈവം മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ വെച്ചിട്ടുണ്ട്. മരിക്കുമ്പം മണ്ണിൽ പൊടിഞ്ഞു ചേരുന്നു. ജലാംശമാണ് നമ്മുടെ ദേഹം നല്ല ശതമാനം. അതുപോലെ തന്നെ നമ്മളിലൊക്കെ ഉണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മൾ ഈ ജലത്തിന്റെ അംശമുണ്ട്. നമ്മളിൽ വായുവുണ്ട്, ശ്വസിക്കുന്നവരാണ്. 4 ആകാശം. ഈ ആകാശം ദൈവം നമ്മുടെ ദേഹത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെയും എൻ്റെയും ദേഹത്ത് ദൈവം വെച്ച ആകാശമാണ് നമ്മുടെ 2 കണ്ണുകൾ. കണ്ണടഞ്ഞോ പിന്നെ ആകാശമില്ല. കണ്ണ് ചെറുതായോ ആകാശം ചുരുങ്ങും. കണ്ണ് വിശാലമാണോ ആകാശം വലുതാണ്. അപ്പൊ എൻ്റെ കണ്ണാണ് എൻ്റെ ആകാശം. ദൈവം എൻ്റെ ശരീരത്തിൽ വെച്ച 2 കണ്ണുകൾ എൻ്റെ ആകാശമാണ്. എന്തിനാ ദൈവം ഈ ആകാശം വെച്ചിരിക്കുന്നത്? ഒരു കണ്ണടഞ്ഞാൽ അത്രയും ആകാശം ചെറുതായി, 2 കണ്ണും തുറന്നു പിടിച്ചാലോ ആകാശം വിശാലമായി. ദൈവം ഈ 2 കണ്ണ് വെച്ചിരിക്കുന്നത് എന്തിനാ നമ്മുടെ ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ, സഹായം അർഹിക്കുന്നവരിലേക്ക് നമ്മുടെ കണ്ണ് തുറന്നു പിടിക്കണം. ക്രിസ്തു ഇന്ന് 2 കൂട്ടരിലാണ് വസിക്കുന്നത്. 1 രൂപരഹിതരിൽ, 2 രൂപാരഹിതരിൽ. 2 കൂട്ടരിൽ അവൻ വസിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വലത് കാലയിൽ ഒരു ബക്കറ്റ് തിളച്ച വെള്ളം ഒഴിക്കുക. കാലയിൽ വെള്ളം വീഴുമ്പോൾ ഞാൻ പറയാം, ഇക്കിളി എടുക്കുന്നു, എന്തൊരു രസം. നിങ്ങൾ എന്നാ പറയാ? അച്ഛാ സൂക്ഷിക്കണം, അച്ഛൻ്റെ വലത് കാലയിൽ കുഷ്ഠം, അതുകൊണ്ട് ആ ചൂടുവെള്ളം വീണ്ടും ഇക്കിളിയാണെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ തൊട്ട് കൺമുമ്പിൽ പാവപ്പെട്ട മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിക്കുമ്പം, തണുപ്പ് കൊണ്ട് മരിക്കുമ്പം എനിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിച്ച കുഷ്ഠം. കാലിൽ ചൂടുവെള്ളം വീണ്ടും പൊള്ളുന്നില്ലെങ്കിൽ അത് കാലിനെ ബാധിച്ച കുഷ്ഠം. അന്യന്റെ അല്ലല് കണ്ട് മനസ്സലിയുന്നില്ലെങ്കിൽ അത് ആത്മാവിനെ ബാധിച്ച കുഷ്ഠം. ഇപ്പൊ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുമ്പോൾ അവൻ നമ്മുടെ കൂടെ ഉള്ളപ്പം ആകാശം വിശാലമാകും. വർഷങ്ങൾക്കപ്പുറത്ത് ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡായിരുന്നു മൂലമറ്റം. വലിയ തിരക്കൊന്നുമില്ല. കർക്കിടക മാസത്തിലെ നല്ല മഴ പെയ്യുന്ന ഒരു സമയത്ത് മൂലമറ്റം ബസ് സ്റ്റാൻഡിൽ മത്തായിച്ചേടൻ എന്ന് പറയുന്ന ആസ്മ രോഗിയായ ഒരു ഭിക്ഷക്കാരൻ 976 കാലഘട്ടത്തിൽ അവിടെ വന്ന് കിടന്നു. അടുപ്പുകളിൽ അടുക്കി വെച്ചതുപോലെ നിരവധി മഠങ്ങളുണ്ട് അവിടെ, പള്ളിയുണ്ട്, കത്തോലിക്കരുടെ കോട്ടയായ ഒരു സ്ഥലം. പക്ഷെ ആരും മത്തായിച്ചേട്ടനെ തിരിഞ്ഞു നോക്കിയില്ല. സ്കൂളിൽ പോകുന്ന കൊച്ചു പിള്ളേർ അന്നത്തെ കണക്കിന് 10 പൈസയ്ക്ക് ഒരു പരിപ്പോട കിട്ടുന്ന സമയം 10ഉം 15ഉം പൈസ ശേഖരിച്ച് 3-4 പരിപ്പോടയും കടുങ്കാപ്പിയും വൈകുന്നേരങ്ങളിൽ മത്തായിച്ചേട്ടന് മേടിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കെ കർക്കിടകത്തിലെ കർത്തവാവിൻ്റെ അന്ന് ശക്തമായ മഴ പെയ്തു. പിറ്റേ ദിവസം രാവിലെ ആൾക്കാർ കാണുന്നത് ഉറുമ്പരി ചീച്ച പിടിച്ചിരിക്കുന്ന മത്തായിച്ചേട്ടൻ്റെ ശവ. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, ജീവിക്കുമ്പം വിലയില്ലെങ്കിലും ചത്താ നല്ല ഡിമാൻഡാണ്. രാഷ്ട്രീയക്കാർ മുഴുത്ത വണ്ടിച്ചക്ര ഉരുട്ടിക്കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചു, റീത്ത് എന്ന പേരില്ല. എല്ലാവരും വിലാപയോഗവും വലിയ ആഘോഷം അടക്കാനുള്ള ഒരുക്കുക. പഴമ്പായിൽ പൊതിഞ്ഞു കെട്ടി തൊടുപുഴ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടു കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. വീണ്ടും ശരിക്കും കുത്തിക്കെട്ടി ചാക്കിലും ഒക്കെ ഉയർത്തി കെട്ടി കാഞ്ഞാറിൻ്റെ തീരത്ത് മണൽത്തിട്ടയിൽ മത്തായിച്ചേട്ടനെ കുഴിച്ചിട്ടു. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം
മൂലമറ്റത്തുള്ള കടകളുടെ തിണ്ണകളിലും വീടിൻ്റെ ഭിത്തിയിലുമൊക്കെ ഒരു പോസ്റ്ററും നോട്ടീസും പ്രത്യക്ഷപ്പെട്ടു. അതിൽ പ്രകാരം എഴുതിയിരുന്നു: കുഞ്ഞുങ്ങളെ, 3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മൂലമറ്റത്ത് വന്നിരുന്നു, എന്നാൽ എൻ്റെ മക്കൾ എന്നെ തിരിച്ചറിഞ്ഞില്ല. 2000 വർഷങ്ങൾക്കപ്പുറത്ത് എൻ്റെ അമ്മ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മൂലമറ്റത്ത് വന്നപ്പം സ്കൂളിൽ പോയ കൊച്ചുപിള്ളേർ മാത്രം എനിക്ക് പരിപ്പുവടയും കടുങ്കാപ്പിയും മേടിച്ചത്. അന്ന് അരിമത്യാക്കാരൻ ജോസഫും നിക്കോദേമൂസും കൂടെ സുഗന്ധതൈലം പൂശി എൻ്റെ ശരീരം ഒരു പുതിയ വാടക കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ മൂലമറ്റത്താകട്ടെ പോലീസുകാർ പെറുക്കിയെടുത്ത കീറപ്പായിൽ നിങ്ങൾ എന്നെ പൊതിഞ്ഞു കെട്ടി തൊടുപടിയിൽ കീറി മുറിച്ച് കാഞ്ഞാറിൻ്റെ തീരത്ത് കുഴിച്ചിട്ടില്ലേ? പ്രിയപ്പെട്ട മക്കളെ, തണുത്തു മരവിച്ച എൻ്റെ ശവത്തെ ആയിരുന്നില്ല, പാറ പോലെ മരവിച്ചുറച്ച നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്നത് എന്ന് യേശുക്രിസ്തു ഒപ്പ്. ഇതായിരുന്നു നോട്ടീസിൻ്റെ സാരാംശം. ആരച്ചടിച്ചെന്നോ ഇതെങ്ങനെ വന്നെന്നോ അറിയത്തില്ല. ഏതെങ്കിലും ഒരു മനുഷ്യസ്നേഹി സ്വന്തം ഭാവനയിൽ ക്രമീകരിച്ച ഒരു നോട്ടീസായിരിക്കാം ഇത്. പക്ഷെ ഇതൊരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രിസ്തു നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട്. മത്തായി സുവിശേഷം 26:11 അതാണ്: ഞാനോ കടന്നു പോകും, ദരിദ്രർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അവൻ കടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കടന്നു പോകുന്നവരിൽ ക്രിസ്തുവിന്റെ മുഖം കാണാനുള്ള ഒരു തിരിച്ചറിവ്, അതിനായി കണ്ണുവച്ചിരിക്കുന്നത് എൻ്റെ ആകാശം. 5ാമത് നമ്മൾ കാണുന്നത് അഗ്നി. അഗ്നി പഞ്ചഭൂതങ്ങളിൽ 5ാമത്തേത് അഗ്നിയാണ്. നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ദൈവം ഒരഗ്നി വെച്ചിട്ടുണ്ട്. എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഗ്നി? എൻ്റെ ഉള്ളിലെ ചിന്തയാണ് ഒരു മനുഷ്യൻ്റെ അഗ്നി. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, ഒരു സ്വപ്നം, അതാണ് നമ്മുടെയൊക്കെ അഗ്നി. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് ഈ സ്വപ്നം നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ജോയേൽ പ്രവചനത്തിൽ പറയുക 2-ാം അധ്യായം 28 മുതൽ 32 വരെ വാക്യങ്ങൾ: വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ചില ആൾക്കാർക്ക് ഈ വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത് ശരീരത്തിന്റെ വാർദ്ധക്യമല്ല. എൻ്റെ കൂടെ ഒരു റിട്ടയേർഡ് ബിഷപ്പ് താമസിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. ജമ്മു കാശ്മീരിന്റെ മുൻ ബിഷപ്പാണ്, ഇപ്പോഴിലെ സുന്നുങ്കൽ പിതാവ്. വയസ്സ് 85ആയി. ഇപ്പോഴും എന്തൊരു ചുണയാന്ന് ഓർക്കണം. ഇപ്പോൾ ഒരു കാസറ്റ് ഇറക്കുന്നു, യേശുദാസാണ് പാടുന്നത്, അതിന്റെ റെക്കോർഡിങ്ങുമായിട്ട് നടക്കുകയാണ്. 85-ാം വയസ്സിൽ ഉള്ളിൽ സ്വപ്നമുണ്ട്. വേറെ ചില ആൾക്കാരുണ്ട് 20-ാം വയസ്സിൽ സ്വപ്നം നഷ്ടപ്പെട്ടവർ. ഒരു ഉണർവിലും ഉന്മേഷവും ഇല്ല. സന്ധ്യയാകുമ്പം കൂട്ടുവായും ഇട്ട് ക്ഷീണമായിട്ട് ഒരു പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. ഉള്ളിൽ സൽചിന്തകളാണ് നമ്മുടെ അഗ്നി എന്ന് പറയുന്നത്. ഒരു അപ്പനെ ശരിക്കും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള സ്വപ്നം. ഇതാണ് നമ്മുടെ അഗ്നി. എനിക്ക് ആരോഗ്യമോ സ്വരവോ ഒന്നും നോക്കാതെ എവിടെ പോയും തമ്പുരാന്റെ വചനം പ്രഘോഷിക്കാൻ എനിക്കുള്ള ശക്തി എന്ന് പറയുന്നത് സഭയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നമാണ്, എൻ്റെ ചിന്തയാണ്. ആരെല്ലാം സ്വപ്നത്തിന് പ്രത്യുത്തരം കൊടുക്കുവോ അവരാണ് ചരിത്രത്തിൽ വലിയവരായിട്ട് മാറുന്നത്. അഹമോസ് 2-ാമൻ എന്ന ഫറവോൻ ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വപ്നം. മരിച്ചുപോയ അഹമോസ് 1-ാമൻ എന്ന് പറയുന്ന ഫറവോന്റെ ശവകുടീരത്തിൽ ഒരു പ്രത്യേക സ്മാരകം ഉണ്ടാക്കണം. സ്വപ്നത്തിൽ എന്നാ കണ്ടോ? ഈജിപ്തിലെ സകല കലാകാരന്മാരെയും മേസ്തിരിമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സ്വപ്നത്തിൽ കണ്ടതുപോലൊരു സൗധം അഹമോസ് 1-ാമൻ എന്ന ഫറവോന്റെ ശവകുടീരത്തിന് മുമ്പിൽ ഉണ്ടാക്കി. അതാണ് ലോകത്തിലെ മഹാത്ഭുതമായ ഈജിപ്ഷ്യൻ പിരമിഡ്. ഷാജഹാൻ ചക്രവർത്തി രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വപ്നം. പ്രാണപ്രേയസിയായ മുംതാസ് മരിച്ചു മൺമറഞ്ഞപ്പോൾ അവളെ അടക്കിയ ആഗ്രയിൽ ഒരു സൗധം ഉണ്ടാക്കണം. സ്വപ്നത്തിൽ കണ്ടതിനു വേണ്ടി പ്രവർത്തിച്ചു. അതാണ് ലോകത്തിലെ മറ്റൊരു മഹാത്ഭുതമായ താജ്മഹൽ. പൂർവ്വ യോസേപ്പ് സ്വപ്നത്തിന് പ്രത്യുത്തരം കൊടുത്തു. അവൻ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി. യോസേപ്പ് പിതാവ് സ്വപ്നത്തിന് പ്രത്യുത്തരം കൊടുത്തു. അവൻ തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായി. ജീവിതത്തിൽ സ്വപ്നങ്ങൾ വേണം. ഭാര്യയെക്കുറിച്ചൊരു സ്വപ്നം, കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു സ്വപ്നം, ഭർത്താവിനെക്കുറിച്ചൊരു സ്വപ്നം, എൻ്റെ വീടിനെയും ദേശത്തെയും കുറിച്ച് നാളെയെക്കുറിച്ചൊരു സ്വപ്നം. ഈ സ്വപ്നമാ ദൈവം തന്നിരിക്കുന്ന അഗ്നി. അപ്പോൾ ദൈവം സംസാരിക്കുന്ന വഴികളാണ് ഇതോരോന്നും. പഞ്ചഭൂതങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. ഇപ്പം 3: 1 വൃക്ഷലതാദികളിലൂടെ, പുഷ്പങ്ങളിലൂടെ സംസാരിക്കുന്നു. 2 ജീവജാലങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. 3 ദൈവം പഞ്ചഭൂതങ്ങളിലൂടെ സംസാരിക്കുന്നു. 4 ദൈവം സംസാരിക്കുന്ന 4-ാമത്തെ വഴിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ, നാച്ചുറൽ ഫെനോമിന. ദൈവം സംസാരിക്കുന്ന വഴികളാണ് പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ. ഉദാഹരണത്തിന്, പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു, ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, പേമാരി ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? മകനെ, മകളെ, നീ നിസ്സാരനാണ്, നിസ്സഹായാണ്, ഒരു ശക്തിയുമില്ല പിടിച്ചു നിൽക്കാനായിട്ട്. വിക്ടർ ജോർജ്, സമർത്ഥനായ ക്യാമറാമാൻ, ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിരുന്നു, മനോരമയുടെ ക്യാമറാമാൻ. തൊടുപുഴി അടുത്ത് മലവെള്ളപ്പാച്ചിന്റെയും ഉരുളുപൊട്ടലിന്റെയും ഫോട്ടോ എടുക്കാൻ എന്താ
ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിലാവുന്നു. ബുദ്ധിക്കും യുക്തിക്കും ഒന്നും വിരിക്കാൻ പറ്റിയല്ല. ഓഗസ്റ്റ് മാസം 2-ാം തീയതി കൊളമാവിൻ്റെ ചെക്ക് ഡാം പൊട്ടി. ഒരു കുടുംബം മൊത്തം അടുത്ത നിമിഷം വെള്ളത്തിന് കീഴെ. ഇപ്പോൾ ഈയിടെ നമുക്കറിയാം, ഇപ്പോൾ ഫ്ലോറിഡ ഭാഗത്തും മയാമി ഭാഗത്തും മറ്റുമൊക്കെ ഈ ഹൊറിക്കെയിനായിട്ട് വരും നമ്മുടെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ. മനുഷ്യൻ നിസ്സഹായൻ അങ്ങനെയുള്ള സമയത്ത്. എത്ര സമ്പന്നമാണ് കാലിഫോർണിയ സംസ്ഥാനം, പക്ഷേ എല്ലാ വർഷവും നീണ്ട തീപിടുത്തം നമ്മളവിടെ കാണും. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതിമാസം എത്ര കാശുണ്ടെങ്കിലും വാർക്കക്കെട്ടിടം പണിയാൻ പറ്റുകയല്ലോ. എല്ലാം തടിക്കിട്ട് അവിടെ ചെന്ന് കഴിയാമെങ്കിൽ പ്രത്യേക ആംഗിളിൽ ആടുന്ന കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. കാശിന് കുറവൊന്നുമില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതിമാസങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായിട്ട് നിൽക്കുന്നു. എത്ര സമർത്ഥനാണേലും ഒരു ചെറിയ ഒരു മതിയല്ലോ. മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു തരി മണൽ മതി ഒരു മനുഷ്യൻ്റെ അന്ത്യം കുറിക്കാനായിട്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളുടെ മുമ്പിൽ ദൈവം സംസാരിക്കുന്ന വഴിയാ മനുഷ്യന്റെ നിസ്സാരതയും നിസ്സഹായതയും ദൈവം വ്യക്തമാക്കുന്നു പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളിലൂടെ. ദൈവം സംസാരിക്കുന്ന 5-ാമത്തെ വഴിയാണ് ഇൻസിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ, നിസ്സാരരായ മനുഷ്യർ. അവരിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചു പിള്ളേരിലൂടെ സംസാരിക്കും. നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം സംസാരിക്കുക. വീട്ടിലെ കൊച്ചുമോൻ അപ്പനോടും അമ്മയോടും പറയാ, പപ്പാ മമ്മി അങ്ങേ വീട്ടിൽ നല്ല സന്തോഷം, ഇങ്ങേ വീട്ടിലും സന്തോഷം, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. കൊച്ചിലൂടെ ദൈവം സംസാരിക്കുന്നു. നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ പണിയുന്ന പണിക്കാരനിലൂടെ നാട്ടിൽ സംസാരിക്കുന്നു. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മുട്ട പൊരിച്ചിട്ട് ചട്ടുവം കൊണ്ട് ചിക്കി 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 ഇങ്ങനെ പാവയ്ക്കാത്തവരുടെ ഷേപ്പിൽ മുട്ടയാക്കുക. അത് സ്പൂൺ കൊണ്ട് കോരി കോരി കഴിക്കുക. അച്ഛന് ഇഷ്ടമാണ്. വൈകിട്ടും വേണം, ഉച്ചയ്ക്കും വേണം. ഒരു ദിവസം കുശിനിക്കാരന് 100 കൂട്ടം പണിയായപ്പം ഈ മുട്ട ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് പുഴുങ്ങി മസാലയ്ക്ക് അത് റോസ്റ്റ് ചെയ്ത് അങ്ങനെ മുഴുങ്ങി വെച്ചു. അച്ഛൻ മുട്ട കഴിച്ചു. പക്ഷെ വല്ലാത്ത അരിശം. അച്ഛന് ഇഷ്ടപ്പെട്ട വിധത്തിൽ മുട്ട ചിക്കി പൊരിയായിട്ട് വെച്ചിട്ടില്ല. ഇത് കഴിച്ചിട്ട് അച്ഛൻ ഊണ് കഴിഞ്ഞ് അവനെ നോക്കി കോട്ടഞ്ഞിട്ട് അരിശപ്പെട്ട് വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിച്ചു. അവൻ മാറി നിന്നിച്ച് സ്നേഹത്തോടെ ചോദിക്കുക, അച്ഛന് ഈയിടെയായിട്ട് പ്രാർത്ഥന വളരെ കുറവല്ലേ? അപ്പം നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം സംസാരിക്കുന്നു. ഏറ്റവും നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞു പിള്ളേരിലൂടെ ദൈവം സംസാരിക്കുകയല്ലേ. അതാണല്ലേ പറയുക, കൊച്ചു പിള്ളേരെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നാണ്. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് പറയുക. അവർ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കും. ഞാൻ കൊല്ലമള എന്ന സ്ഥലത്ത് ഒരു പള്ളി ധ്യാനിപ്പിക്കുക. ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി കയറി ചെന്നപ്പം ഒരു കുഞ്ഞു കൊച്ച് അമ്മയുടെ എള്ളിയിലിരിപ്പാണ്. ഇത് കൂടി ഉടുപ്പിട്ട് അച്ഛന്മാരെ കൊച്ചു കണ്ടിട്ടില്ല. എന്നെ കണ്ടപാടെ ഒരു കൊച്ചു അമ്മയോട് ചോദിച്ചു, എന്നതാ അമ്മേ ഇതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഈശോയാ സ്തുതിയല്ലിക്കോളാം. കൊച്ചു സ്തുതിയല്ലേ. അല്പം കാപ്പിയൊക്കെ കുടിച്ച് വീട് വെച്ചിരിപ്പം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോൾ രാവിലെ 9 മണിയായി. ഇളം വെയിലുണ്ട്. മുറ്റത്ത് നല്ല മുപ്പിരി കയറ് മുറുക്കി കെട്ടി 1-ാം പന്തൽ. അതിൽ മുഴുത്ത കോവയ്ക്ക, പച്ച കോവയ്ക്ക തുടുത്ത് തൂങ്ങി ഞാന്ന് കിടക്കും. ഇളം വെയിലത്ത് 3-4 കോവയ്ക്ക പറിച്ച് ഞാൻ കറുപുറ കടിച്ചെല്ലാം തുടങ്ങി. കൊച്ചെന്നെ നോക്കി അമ്മയോട് പറയാ, നോക്കമ്മേ ദാണ്ട് ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. അപ്പം ഈ പിള്ളേരുടെ മനസ്സിൽ ഒന്നും നിൽക്കുകയല്ല. എന്നാ കണ്ടാലും കണ്ടതുപോലെ പറയും, കണ്ടതുപോലെ. ഒരച്ഛൻ കുർബാനയ്ക്ക് തിരുവോസ്തി ഉയർത്തിപ്പിടിച്ചു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. ഉടനെ ഒരു 5-6 വയസ്സുള്ള ചെറുക്കൻ അടുത്ത് നിന്ന് കൂട്ടുകാരൻ്റെ തോളെ തട്ടിട്ട് പറയാ, കള്ളയച്ഛൻ. അവൻ ചോദിച്ചു, അതിനടുത്ത് നീ അങ്ങനെ പറഞ്ഞേ? നിത്യം ജീവിപ്പിക്കുന്ന മുഴുത്തയപ്പം അച്ഛൻ ഒറ്റയ്ക്കും തിന്നും, മരിച്ചു പോകുന്ന ചിലരെല്ലാം കൂടെ നമുക്കും തരും. അപ്പോൾ ഓരോ വാക്കും എന്നാ ഓർത്താലും അടുത്ത നിമിഷം കുഞ്ഞുങ്ങളാണെന്ന് പറയുക. ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന ആദ്യത്തെ പള്ളി ഉഴവൂര് സെൻറ്റ് സ്റ്റീഫൻ ഫൊറോന പള്ളിയിലാണ്. അപ്പോൾ ഉഴവൂര് പള്ളി ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പം ഒരു ഞായറാഴ്ച രാവിലത്തെ കുർബാന കഴിഞ്ഞ് 1-ാം നിലയിലുള്ള എൻ്റെ മുറി ഞാൻ കിടന്ന് വിശ്രമിക്കുക. 9 മണിയായപ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കൽ ആരോ ഒന്ന് മുട്ടുന്നു. ഞാൻ നോക്കുമ്പോൾ 8-9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ മുറിയുടെ വാതിക്ക് ഒന്നിങ്ങിയപ്പോഴുണ്ട്. ഞാൻ എന്നാടി സമാധാനത്തിലെ കിടക്കാനും സമ്മതിക്കില്ല. അവൾ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാമെന്ന്. എന്നാടി ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർബാന ജോസച്ചൻ്റെ കുർബാനയാണ്. ഞാൻ ചെന്നാടി, ഞാൻ ചെല്ലുന്ന രീതിയാണോ, പാടുന്ന പാട്ടാണോ, പ്രസംഗമാണോ, നിനക്ക് എന്നതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതൊന്നുമല്ല, അച്ഛൻ ചെല്ലി കാണിക്കൽ കുർബാന സ്പീഡിൽ തീർത്ത് തരും. അതുകൊണ്ട് അച്ഛൻ്റെ കുർബാനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർബാന. അച്ഛനായ ആദ്യകാലങ്ങളിൽ ഞാൻ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് സ്പീഡ് കൂടുതലാണെന്ന് ഓർമ്മിപ്പിക്കാൻ ദൈവം അയച്ചതാണ് ആ പെൺകുട്ടി. അപ്പം നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ സംസാരിക്കും. ഒരു പിതാവിൻ്റെ അരമന, പിതാവിൻ്റെ അരമനയിൽ നീല വെൽവെറ്റ് കുഷ്യനുള്ള കസേര. പിതാവ് ഇങ്ങനെ കസേരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയപ്പം അനിയൻ്റെ കൊച്ചുമോനെയും കൊണ്ട് വന്നു. 4.5 വയസ്സോളം പ്രായം വരും. പിതാവ് ഇങ്ങനെ കറങ്ങി, നല്ല 1-ാം തരം കസേര, മയമുള്ള കസേര. പിതാവ് പറഞ്ഞു, മോൻ വേണേ കസേര കയറിയിരുന്നോളാൻ പറഞ്ഞു. അപ്പം എനിക്കെങ്ങും വേണ്ടതെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, മോനെ ഞാൻ ഇവിടുന്ന് മാറിയാൽ പിന്നെ നിനക്ക് മുറ്റത്ത് പോലും കയറാൻ പറ്റിയല്ല, വേണേ ഇപ്പോൾ ഒന്നിരുന്നു. വേണ്ടെന്നല്ലേ പറഞ്ഞ്.
പിതാവ് പിടിച്ചു പറയും, ഇരിയട ഒന്ന് ഇരുന്ന് നോക്കി എന്നെ മയ പറയണമെങ്കിൽ. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇതിൽ ഇരിക്കുന്നതാണ്, എനിക്ക് ഇതിൽ വേണ്ടതേ വേണ്ട. അതെങ്ങനെയാടാന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിലെ ബാർബർ ഷാപ്പിലും ഇങ്ങനെ കറങ്ങുന്ന കസേരയാണ് അവിടെയുള്ളത്. ഒരാൾക്ക് അധികാരത്തിന്റെ സിംഹാസനം, മറ്റേ കൊച്ചിന് വെറും ബാർബറുടെ കസേരയുടെ വിലയുള്ളത് തന്നെയാണ്. അപ്പൊ നിസ്സാരപ്പെട്ട മനുഷ്യരാണ് നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുക. ഒട്ടും ശ്രദ്ധിക്കാത്തവർ നമ്മളെ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മൾ ഒത്തിരി വലുതെന്ന് പറയുന്നത് കൊച്ചുപിള്ളേരല്ലേ തോപ്പിക്കുക. ഒരു സാർ ഗ്ലാസ്സിൽ ഒരു മുഴുത്ത ആപ്പിൾ കൊണ്ടുവന്നു കൊടുന്നിട്ട് കൊച്ചുപിള്ളേരോട് ചോദിച്ചു, 5 പഠിക്കുന്ന കുട്ടികളോട്, 10 വയസ്സ് പോലില്ലാത്തവരോട്, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആപ്പിളിൽ എത്ര കുരു ഉണ്ടെന്ന് പറയാം. എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് സാറ് ഒരാൾ പറഞ്ഞു 2, ഒരുത്തൻ പറഞ്ഞു 3. പലരും പലത് പറയുമ്പോൾ സാറ് പറഞ്ഞു, അല്ല, ശരിക്കും പൂർണ്ണ വളർച്ചയെത്തിയ ആപ്പിളിൽ 5 കുരുണ്ട്. അതാണ് യഥാർത്ഥ ആപ്പിളിന്റെ ഷേപ്പ്, പരുവം. എന്നിട്ട് നല്ല അറിവ് കൊടുത്ത ഗുരുവിനെ പോലെ സാറ് കസേരയിലെങ്ങിരുന്നു. അത് കഴിഞ്ഞപ്പം സാവധാനം ഒരു കുതിൽ ചെറുക്കൻ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ എനിക്കൊരു സംശയം. എന്നാടാന്ന് ചോദിച്ചു. സാറേ, പൂർണ്ണ വളർച്ചയെത്തിയ ആപ്പിളിനകത്ത് 5 കുരു ഉണ്ടെങ്കിൽ ഒരു കുരുവിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് സാറിന് പറയാൻ പറ്റും? അപ്പം നമ്മളെ മുട്ടുകുതിക്കുന്നതും തോപ്പിക്കുന്നതും കൊച്ചുപിള്ളേരുടെ കുട്ടിച്ചോദ്യങ്ങളും കളിച്ചോദ്യങ്ങളുമാണ്. ഇപ്പം നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവമാ സംസാരിക്കുന്നു. നമ്മൾ വലിയ ശക്തരെന്നും സമർത്ഥരെന്നും കരുതുമ്പം നിസ്സാരപ്പെട്ടവരിലൂടെ ദൈവം സംസാരിക്കുന്നു. ഫ്രാൻസിൽ ഒരു മോൻ പ്രായം ചെന്ന അമ്മച്ചി അങ്ങോട്ട് കേരളത്തിൽ നിന്ന് ഫ്രാൻസിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഒരു ഫാക്ടറി ചെന്നപ്പോൾ, ഒരു പ്രത്യേക ഫാക്ടറി, അതിൻ്റെ പ്രത്യേകത, ഒരു പന്നിയെ കൊന്നിട്ട് തലയും വാലും വെറുതെ അകത്തോട്ട് കയറ്റാമെങ്കിൽ ക്ലീൻ ചെയ്ത് 20 പാക്കറ്റാക്കി 5 മിനിറ്റ് കൊണ്ട് തിരിച്ച് പുറത്തോട്ട് ഇറക്കി തരും. അപ്പോൾ ഈ തള്ളയെ കാണിച്ച്, മോൻ കൊണ്ടേ കാണിച്ച് ഈ ഫാക്ടറി. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ വിശദീകരിച്ച് പറഞ്ഞ്, ഇതാണ് കണ്ടോ, നല്ല പന്നി, തല മുറിച്ചു, വാല് മുറിച്ചു, അകത്ത് വെച്ച് ക്ലീൻ ചെയ്ത് 2 കിലോ വീതമുള്ള 20 പാക്കറ്റായിട്ട് 40 കിലോയ്ക്കുള്ള ഇതിങ്ങനെ ഇറങ്ങി വരുന്നു. അല്പം ഇത്രയും ഞങ്ങൾ വളർന്നു. തള്ള ഇങ്ങനെ പല്ലില്ലാത്ത മോണ കാട്ടി മൊത്തം ചിരിച്ചിട്ട് മോനോട് വെച്ച്, മക്കളെ എനിക്കൊരു സംശയമുണ്ട്, ഈ പാക്കറ്റ് 20 കൂടെ കയറ്റി വെക്കാമെങ്കിൽ ജീവനുള്ള ഒരു പന്നിയെ ഇറക്കിക്കൊണ്ട് വരാൻ ഇവർക്ക് ആർക്കെങ്കിലും പറ്റും? നമ്മൾ ചിന്തിക്കാത്തതും നമ്മൾ ഓർക്കാത്തതും ഊഹിക്കാത്തതും നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. ലോകപ്രസിദ്ധ ചിന്തകനായിരുന്നു കൺഫ്യൂഷ്യസ്. മനുഷ്യന്റെ മനസ്സിനെ മതിക്കുന്ന, ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം കണ്ടുപിടിച്ചവനാണ് കൺഫ്യൂഷ്യസ്. ഒരു ദിവസം കൺഫ്യൂഷ്യസ് പ്രഭാത സവാരിയായിട്ട് ഇങ്ങനെ സാവധാനം പോകുക. അപ്പൊ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് 10-15 പിള്ളേർ വഴി സൈഡിൽ കളിച്ചോണ്ട് നിൽക്കുന്ന കുട്ടികളെ കൺഫ്യൂഷ്യസിനെ കണ്ടു. അവർ ഓടി വന്നു വട്ടം അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൺഫ്യൂഷ്യസിനോട് ചോദ്യം ചോദിക്കും. ഒന്നാമതും ചോദിച്ചു, ഗുരുവേ ഞങ്ങൾക്ക് കുറെ ചോദ്യമുണ്ട്, അതിന്റെ ഉത്തരവൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? കൺഫ്യൂഷ്യസ് തിരിച്ചു പറഞ്ഞു, ചോദിച്ചോളൂ, ഏത് ചോദ്യത്തിനും ഉത്തരം തയ്യാർ. മനുഷ്യനെ മതിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ കൺഫ്യൂഷ്യസിന് പിള്ളേരുടെ കുട്ടിച്ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്നാമത്തെ മുമ്പോട്ട് വന്നിട്ട് ചോദിച്ചു, ഗുരുവേ ഒന്നാമത്തെ സംശയം, ചെമ്പരത്തിപ്പൂ ചുമന്നിരിക്കാൻ കാരണം ആരെങ്കിലും ഭൂമിയുടെ കീഴെ തീ കത്തിച്ചിട്ടാണ്? ജീവിതത്തിൽ കേൾക്കാത്ത ചോദ്യം. രക്ഷപ്പെട്ട് തിരിഞ്ഞപ്പോൾ രണ്ടാമത്തെ ശബ്ദം പിടിച്ച് വച്ചുകൊണ്ട് ചോദിക്കുന്നു, ഗുരുവേ ചിത്രശലഭം പുഴുവിൽ നിന്നാണ് ഉണ്ടായെങ്കിൽ ശലഭത്തിന്റെ 7 നിറം പുഴുവിന്റെ എവിടാ ഒളിച്ചു വെച്ചിരിക്കുന്നു? വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ കോളറെ പിടിച്ച് വലിച്ചിട്ട്, ഗുരുവേ മനുഷ്യൻ വാല് മുറിഞ്ഞ കുരങ്ങാണെങ്കിൽ മുറിഞ്ഞു പോയ വാല് മനുഷ്യൻ എവിടാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? ജീവൻ കൊണ്ട് ഓടുമ്പോൾ നാലാമത്തവൻ അലറി ചോദിക്കുന്നു, ഭൂമിയിൽ മൊത്തം എത്ര വീടുണ്ടെന്ന് ഒന്ന് എണ്ണീട്ട് പറയാമോ? പോകുന്ന വഴി കൺഫ്യൂഷ്യസ് പറഞ്ഞു, എന്റെ പൊന്നു ദൈവമേ, കുട്ടിപ്പിള്ളാരുടെ ഇതുകൂടി ചോദ്യത്തിന്റെ രൂപത്തിൽ വെളുത്തനെ വന്ന് എന്നെ ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യവും നിനക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ച കൺഫ്യൂഷ്യസിന്റെ യാത്ര. നമ്മളെ പലപ്പോഴും തോപ്പിക്കുന്ന നിസ്സാരപ്പെട്ട മനുഷ്യരാ. 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി പഞ്ചശതധാരിയായി അൽവേർനാമയിൽ നിന്നും പോരുമ്പോൾ 3 സഹോദരന്മാർ കൂടെ പോകുന്ന വഴിക്ക് ഒരു കൃഷിക്കാരൻ ഗോതമ്പ് വയലിൽ നിന്നും ചേറും ബയർപ്പും ഒക്കെ ആയിട്ട് ഈ മനുഷ്യൻ സാവധാനം കയറി വന്നു. അസീസി പുണ്യാളനെ നോക്കിയിട്ട് ചോദിച്ചു, ഫ്രാൻസിസ് അസീസിയാണ്? പുണ്യാളൻ ചിരിച്ചു. 2ാം ക്രിസ്തു എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അസീസി പുണ്യാളൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ മനുഷ്യൻ ഉറക്കെ പറയും, ഇപ്പം നല്ല പേരൊക്കെ ഉണ്ട്, പെരുദോഷം വരുത്താതെ മര്യാദയ്ക്ക് ഇതുപോലെ തന്നെ ജീവിച്ചോണം കേട്ടോ എന്നും പറഞ്ഞ് വയലിലേക്കൊരു പോക്ക്. അസീസി പുണ്യാളൻ മുട്ടുകുത്തി അവനെ ചെളി പുരണ്ട കയ്യിൽ മുത്തിയിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ക്രിസ്തു. വയലിലേക്ക് മറയുന്ന കൃഷിക്കാരനെ നോക്കി സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞു, നോക്കൂ, ക്രിസ്തു പ്രഭാതത്തിൽ ഗോതമ്പ് വയലിൽ നിന്നും ചേറുപുരണ്ട ശരീരവുമായി വന്ന് എന്നെ ശാസിച്ച് തിരുത്തിയിട്ട് പോകുന്നത് കണ്ടില്ലേ? ഏറ്റവും നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവത്തിന്റെ സ്വരമുയരുന്നു. ഒരുപക്ഷെ കഴിവില്ലെന്ന് കരുതുന്ന ഭാര്യയിലൂടെ, അറിവില്ലെന്ന് കരുതുന്ന മക്കളിലൂടെ, സാമർഥ്യമില്ലെന്ന് കരുതുന്ന ഭർത്താവിലൂടെ, ചിലപ്പോൾ ഏത് നിസ്സാരപ്പെട്ട വ്യക്തിയിലൂടെയും ദൈവത്തിന്റെ സന്ദേശം നമുക്ക് കടന്നു വരാം.
നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ ദൈവം സംസാരിക്കുന്നു. അപ്പോൾ 1 വൃക്ഷലതാദികളിലൂടെ, പുഷ്പങ്ങളിലൂടെ. 2 ജീവജാലങ്ങളിലൂടെ. 3 പഞ്ചഭൂതങ്ങളിലൂടെ. 4 പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലൂടെ. 5 നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ, വളരെ നിസ്സാരപ്പെട്ട മനുഷ്യരിലൂടെ. ദൈവം സംസാരിക്കുന്ന 6ാമത്തെ വഴി മനസാക്ഷിയിലൂടെയാണ്. ദൈവം നമ്മുടെ മനസാക്ഷിയിലൂടെ സംസാരിക്കും. ഉദാഹരണത്തിന്, ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് തോന്നുക, ഇന്ന് ഞാൻ സംസാരിച്ച ചില കാര്യങ്ങൾ ശരിയായില്ല, അല്പം കൂടെ ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു എൻ്റെ വാക്ക്. ഒരു ചെറിയ മനക്കടി നമുക്ക് തോന്നുന്നുണ്ടോ? ദൈവം സംസാരിക്കുന്ന വഴിയാണ്, അത് മനസാക്ഷിയാണ്. ഖേദിക്കുന്ന ഒരു ഭൂതകാലം നമുക്ക് തോന്നുന്നെങ്കിൽ അത് മനസാക്ഷിയുടെ സ്വരമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നേക്കരുത്. ഇന്നിരുന്നോണ്ട് ഇന്നലകളെ ഓർത്ത് എനിക്ക് ഖേദമുണ്ടെങ്കിൽ മനസാക്ഷിയുടെ ശബ്ദമാണത്. എന്തെങ്കിലും അരുതാത്തത് ചെയ്യുമ്പോൾ വിലക്കുന്നത് മനസാക്ഷിയാണ്. നമ്മൾ പറയും കോഴിയുടെ ചങ്ക്, പന്നിയുടെ ചങ്ക്, പോത്തിന്റെ ചങ്ക്, കാളയുടെ ചങ്ക്. മനുഷ്യന് ചങ്കല്ല കൊടുത്തിരിക്കുന്നത്, ഹൃദയമാണ് കൊടുത്തിരിക്കുന്നത്. ഈ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് മനുഷ്യന് അവന്റെ പ്രത്യേകത. ഇന്നലെ തിരുത്താനും ഇന്ന് നല്ലവരായി നാളെ നന്മയിലേക്ക് കുതിക്കാനും മനുഷ്യന് സാധിക്കുന്നത് ഈ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ്. മനസാക്ഷി അതുകൊണ്ടാണ് ഒരു പശുവിൻ്റെയോ എരുമയുടെയോ ദേഹത്ത് ഒരു കൊതുകോ ഈച്ചയോ കടിച്ചാൽ അടുത്തുള്ള മരത്തേലും മതിലേലും 2 തിരുമ, ഒറ്റ ഉരുമ, അതിൻ്റെ കടി തീർന്നു. കാരണം മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി. ഈ മനക്കടിയും തൊലിക്കടിയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്ന് തിന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പം കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. അത് മനസാക്ഷിക്കുത്താണ്. മനസാക്ഷിക്കുത്ത്. ഈ മനസാക്ഷി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? മനസാക്ഷി നമുക്ക് ഇങ്ങനെ കാണാം. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് അകത്ത് ഒരു ത്രികോണം പോലൊരു സാധനം ഇരിപ്പുണ്ട്. ആ ത്രികോണത്തിൻ്റെ പുറത്ത് ഒരു വൃത്തവും വെച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ക്രമീകരണം. എൻ്റെ ഉള്ളിൽ ഒരു ത്രികോണം, അതിൻ്റെ പുറത്തൊരു വൃത്തം. ഈ വൃത്തത്തിൻ്റെ പ്രത്യേകത, വൃത്തം എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ത്രികോണത്തിൻ്റെ പ്രത്യേകത, അത് എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. വൃത്തം പുറത്ത് കറങ്ങുന്നു, ത്രികോണം അകത്തനങ്ങുന്നു. ഇങ്ങനെ അനങ്ങുന്ന വഴിക്ക് ഈ ത്രികോണത്തിന്റെ മൊന വന്ന് വൃത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തും. അതാണ് മനസാക്ഷി കുത്ത് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഈ കുത്തു കൊള്ളുമ്പോഴും ഒരു പ്രശ്നവുമില്ല, സന്തോഷമാണ്. ഇങ്ങനെ ഓരോ കുത്തും വരുമ്പം അതിനോട് പ്രതികരിക്കാതെ സന്തോഷിച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പം ത്രികോണത്തിന്റെ മൊന അങ്ങ് ഒടിയും. ഒടിഞ്ഞു കഴിയുമ്പോഴോ മൊനയില്ലാത്ത ത്രികോണം അകത്തും കറങ്ങിക്കൊണ്ടിരിക്കും, വൃത്തം പുറത്തും കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ. എന്നാ പഞ്ഞപ്പണി കാണിക്കാനും ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യർ. ത്രികോണത്തിന്റെ മോനെ ഒടിഞ്ഞുപോയി. എന്നാ പോക്രിത്തരം കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അകത്ത് എന്തുവാകാം, പുറത്ത് നല്ലവരെന്നും പറയും, അകത്ത് മുതുപിശാചികളായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതാണ് മനസാക്ഷി കുത്തില്ലാത്ത അവസ്ഥ എന്ന് പറയുക. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മനസാക്ഷിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ജീവിതത്തിൽ ദൈവം ഓരോ സമയവും അരുതെന്നും ആകാമെന്നും പറയുന്നത് മനസാക്ഷിയുടെ വിവേചന അധികാരത്തിന്റെ ഭാഗമാണ്. ചില മനുഷ്യരെ കണ്ടാൽ മനുഷ്യരെ പോലെ, പക്ഷേ മൃഗത്തെ പോലുള്ള മനുഷ്യരുണ്ട്. പെരുമാറ്റം, ചീത്തവിളി, ബഹളം, അടി, ഇടി, മനസാക്ഷി കുത്തിലാ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഭരണങ്ങാനും അസിസി ധ്യാനകേന്ദ്രത്തിന്റെ ചാർജായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പം സഭയുടെ സുപ്പീരിയർഷൻ പറഞ്ഞു, ആശ്രമത്തിലെ വണ്ടി ഓടിച്ച് പഠിച്ചോണം, ധ്യാനമന്ദിരത്തിലെ ഓടിച്ചില്ലേ തന്നെ ഡ്രൈവിംഗ് എന്താണെന്ന് അറിഞ്ഞോണം. അങ്ങനെ ഡ്രൈവിംഗ് അറിയാവുന്നവരിൽ ഡ്രൈവറെ അല്പമൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചപ്പം വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ഒരു ദിവസം ഞങ്ങൾ കോതമംഗലം ഭാഗത്തേക്ക് ഒരു ബൈബിൾ കൺവെൻഷന് പോവുക. അപ്പം ഇങ്ങനെ പോകുമ്പം തിരക്കുള്ള സ്ഥലത്ത് ഈ ചേട്ടൻ വണ്ടിയുടെ വളയം പിടിക്കും. തിരക്ക് കുറഞ്ഞിടം ചെല്ലുമ്പോൾ എൻ്റെ തരും ഇതിൻ്റെ സ്റ്റിയറിങ്. ഞാൻ ഇങ്ങനെ വണ്ടിയുടെ വളയം ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുള്ള വഴിയോടെ പോകുമ്പോൾ ഉണ്ട്, മൂവാറ്റുപുഴയ്ക്ക് ഇപ്പുറത്ത് വെച്ച് ഒരു വലിയ വെട്ടുപോത്ത് വഴിയുടെ നടുക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ചേട്ടൻ പോത്തിൻ്റെ പുറകിൽ ചെന്ന് 5-6 പ്രാവശ്യം ഹോൺ അടിക്കാൻ തുടങ്ങി. പോത്ത് തിരിഞ്ഞു നോക്കും, നേരെ നിൽക്കും, നേരെ നിൽക്കും, തിരിഞ്ഞു നോക്കും. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, പോത്തിന്റെ പുറകിൽ പോയി ഹോൺ അടിച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്? ഇത് വെട്ടുപോത്തല്ലേ, സൈഡിൽ കൂടെ മാറ്റിയെടുക്കാൻ പറഞ്ഞു. എന്നെ അനുസരിച്ചു ഇയാൾ വണ്ടി മുമ്പോട്ട് എടുത്തു. മൂവാറ്റുപുഴ കഴിഞ്ഞ് അല്പം തിരക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ തന്ന വണ്ടിയുടെ സ്റ്റിയറിങ് അടുത്തിരിഞ്ഞ ആൾ നിയന്ത്രിക്കും. ഞാനിങ്ങനെ ഓടിക്കാൻ തുടങ്ങി. കോതമംഗലത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ ഇപ്പുറം കരകടം ഭാഗം അടുക്കാറായപ്പോഴത്തേക്കുണ്ട് ഒരു കാഴ്ച കണ്ടു. റോഡിന്റെ നടുക്ക് ഒരു മുണ്ടും ജൂബായും എടുത്ത ഒരു മുഴുത്ത മനുഷ്യൻ പോത്ത് പരുവത്തിൽ റോഡ് വിലങ്ങി ഇങ്ങനെ നിൽക്കുക, കുടിച്ച് പൂക്കുറ്റി പൂസായിട്ട്. ഞാൻ 5-6 പ്രാവശ്യം ഹോൺ അടിച്ചു. പോത്താണെ തിരിഞ്ഞേലും നോക്കും, ഇയാൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഇങ്ങനെ ഉറച്ചൊരു നിപ്പ്. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, എന്തിനാ യോസച്ച ഹോൺ അടിക്കുന്നത്? മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്ത് വെച്ച് കണ്ട കക്ഷി മുണ്ടും ജൂബായും ഇട്ട് ഇവിടെ വന്ന് നിൽക്കാന്ന് ഓർത്താൽ മതി, സൈഡിൽ കൂടെ മാറ്റിയെടുത്തോളാൻ പറഞ്ഞു.
അപ്പം ചില മനുഷ്യരുണ്ട് ഈ മനസാക്ഷി മരവിച്ച് പോയ ആൾക്കാർക്ക്. മനസാക്ഷി കുത്തുമില്ല, സുബോധമില്ല, അവബോധമില്ലാത്ത മനുഷ്യന്. അപ്പൊ ജീവിതത്തിൽ മനസാക്ഷി നമ്മോട് സംസാരിക്കുന്ന വഴിയാണ്, ദൈവം സംസാരിക്കുന്ന വഴിയാണ് കോൺഷ്യൻസ്, മനസാക്ഷിയുടെ മർമ്മരം. നമുക്കറിയാം ഈ തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിവ് എല്ലാ ജീവിക്കുമുണ്ട്. തിരുത്താൻ നിങ്ങൾക്കും എനിക്കുമേ പറ്റും. 10 വർഷം മുമ്പ് അച്ഛനായപ്പോഴത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. ഐ ആം കോൺസ്റ്റന്റ്ലി ബിക്കമിങ് എന്നാ പറയാ. മൈ പ്രസന്റ് ഐ ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം മൈ പാസ്റ്റ് ഐ. ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ. അത് മനസാക്ഷിയുടെ സ്വരമാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അതല്ലേ സംഭവിക്കുന്നത്. തെറ്റ് തെറ്റാണെന്ന് എല്ലാ ജീവിക്കും അറിയാം. അപ്പം നമ്മൾ ഈ 4 ദിവസത്തെ ധ്യാനം കൂടുമ്പോൾ അറിയാതെ ചില മാറ്റം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. നമ്മൾ അറിയല്ല അതെങ്ങനെയാണ്. കാരണം അത് മനസാക്ഷി നമുക്കുള്ളതുകൊണ്ടാണ്. ജീവജാലങ്ങൾക്കറിയാം തെറ്റ് തെറ്റാണെന്ന്, പക്ഷെ തിരുത്താൻ പറ്റിയല്ലോ. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വീട്ടിലെ പൂച്ച. നമ്മുടെ നാട്ടിലെ വീട്ടിലെ പൂച്ചയെ ഓർക്കുക. പൂച്ചയ്ക്കറിയാം മോഷണം മഹാമോശം, പിടിച്ചാൽ നാണം കെട്ട പരിപാടി, മർജാര ഗോത്രത്തിന് മാനഹാനി, വീട്ടുതടങ്കലിന് വകുപ്പ്, അഡ്രസ്സ് മൊത്തം പോവും. പൂച്ചയ്ക്കറിയാം. അതുകൊണ്ടല്ലേ വീട്ടിലെ പൂച്ച അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് പൂച്ച അകത്ത് കയറി മുഴുത്ത അയല കഷ്ണം കടിച്ചോണ്ട് പോകും. പൂച്ചയ്ക്കറിയാം പിടിച്ചാൽ നാണം കെട്ട പരിപാടി. അവൾ പൂച്ച എന്ത് ചെയ്യും? അമ്മ അടുക്കളയെ അടച്ച് കുരിശ് വരയ്ക്കാൻ വേണ്ടി അകത്തെ മുറിയിൽ പാവിരിച്ച് മുട്ടുകുത്തുമ്പം പൂച്ച ഒതുക്കത്തിൽ ജലലിംഗ വന്ന് അടക്കത്തിൽ അകത്ത് കയറി തിടുക്കത്തിൽ മീനുമെടുത്ത് സ്പീഡിൽ പുറത്തോട്ട് ഓടും. പൂച്ചയ്ക്കുണ്ടോ കരിസ്മാറ്റിക്കാണ് മനുഷ്യൻ, പൂച്ചയ്ക്കുണ്ടോ വേദപാഠ ക്ലാസ്. എന്നാലും തെറ്റ് തെറ്റാണെന്നറിയാം, പക്ഷെ തിരുത്താൻ നമുക്കേ പറ്റുന്നു. കാരണം മനസാക്ഷി നമുക്കേ ഉള്ളൂ. എന്നാ തെറ്റ് പറ്റിയാലും തിരുത്താൻ നമുക്കേ പറ്റൂ. മനസ്സെടുത്ത പ്രോംപ്റ്റിംഗ് ഓഫ് ദ കോൺഷ്യൻസ്, മനസാക്ഷിയുടെ മർമ്മരം, അത് ലിസൺ ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റൂ. അപ്പം മനസാക്ഷിയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്ന 7ാമത്തെ വഴി, ദൈവം സംസാരിക്കുന്ന 7ാമത്തെ വഴി മനുഷ്യന്റെ മരണമാണ്. മരണം ദൈവം സംസാരിക്കുന്ന വലിയൊരു വഴിയാണ്. മരണം. ഈ ലോകത്ത് ഏതോ ഒരു വ്യക്തിയും മരിക്കുമ്പം ദൈവം പറയുന്ന പറച്ചിലാണ് നമ്മുടെ ഓഫീസിൽ പാടുക: ഇന്നലെയുള്ളവർ ഇന്ന് വിടില്ല, ഇനി വരികില്ല, യാത്രക്കാര മുന്നിലെതാ നിൻ കവറിടമല്ലോ. മരണത്തിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായര. ഈശ്വരൻ ആയുസ് നീട്ടിത്തരുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക്, പക്ഷെ നമ്മളെല്ലാം നിസ്സഹായര. നിങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ 2 രജിസ്റ്റർ ബുക്കുകളുണ്ട്. ഒരു രജിസ്റ്റർ ബുക്ക് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ജന്മതീയതിയുണ്ട്, മാമോദീസയുണ്ട്, കുർബാന സ്വീകരിച്ചതിൻ്റെതുണ്ട്, ശൈലലേപനമുണ്ട്, കൂതാശകളൊക്കെ സ്വീകരിച്ചതിൻ്റെ അടയാളമുണ്ട്. വിശദമായ വിവരം നിങ്ങളെക്കുറിച്ച് ആ രജിസ്റ്റർ ബുക്കിലുണ്ട്. പക്ഷേ 2ാമതൊരു രജിസ്റ്റർ ബുക്ക് എടുത്തപ്പം നാട്ടിലെ ഒരുപാട് പേരുടെ പേരുണ്ട്, നിങ്ങളുടെ പേരില്ല. അടുത്ത കോളത്തിൽ വേണേൽ നാളെ രാവിലെയോ അടുത്ത വൈകിട്ടോ എഴുതി ചേർക്കാം. അതാണ് നിങ്ങളുടെ മരണ രജിസ്റ്റർ. നമുക്ക് ഏതെല്ലാം പള്ളിയിൽ ഒരു ജനന രജിസ്റ്റർ ഉണ്ടോ, ഒപ്പം ഒരു മരണ രജിസ്റ്ററുമുണ്ട്. ലോകത്ത് ജീവിച്ചവരൊക്കെ മരിച്ചേ പറ്റൂ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക. അതാണ് മേരി ജോൺ തോട്ടത്തിന്റെ ലോകമേ യാത്ര എന്ന കവിതയിൽ കുറിച്ചിരിക്കുന്നത്. ജനിച്ചവരെല്ലാം മരിച്ചേ പറ്റൂ. മരിക്കാതിരിക്കാനുള്ള ഒറ്റ മരുന്നേ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് ജനിക്കാതിരിക്കുക എന്നുള്ള മരുന്നാണ്. ജനിച്ചവരൊക്കെ മരിച്ചേ പറ്റൂ. കുമാരൻ കുമാരി എന്ന് പറഞ്ഞാൽ അകാലത്തിൽ മരിക്കാൻ സാധ്യതയുള്ളവനെന്നാണ് അതിന്റെ മൂലപദത്തിന്റെ വ്യാഖ്യാനം. കുമാരി കുമാരന്മാർ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുള്ളവരെന്നാണ്. ഇപ്പൊ ജനിക്കുമ്പം കൂട്ടത്തിൽ മരണത്തെ കൈപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ യാത്ര. എല്ലാവരും ലോകത്തിൽ ജനിച്ചവരെല്ലാം മരിച്ചേ പറ്റൂ. മരണം ദൈവം സംസാരിക്കുന്ന വഴിയാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് പഠിച്ച് പിന്നീട് സിസ്റ്ററാകാൻ പോയി ആരാധന മഠത്തിൽ സമർത്ഥയായ സിസ്റ്റർ. എൻ്റെ പട്ടം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞ് ഒരു കത്ത് വന്നു. വല്ലാതൊരു നൊമ്പരം നെഞ്ചത്ത് തോന്നുന്നു. 2 മാസം കഴിഞ്ഞ് വരുന്ന ശ്വാസകോശം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിന്റെ സൗജന്യദാനമാണ്. തമ്പുരാൻ പറയുന്നു, ഒരു ദിവസം കൂടെ നോക്കട്ടെ, ഈ വൃക്ഷത്തിന് വളവിട്ട് ഇളക്കി നോക്കട്ടെ, അടുത്ത കൊല്ലമെങ്കിലും ഫലം തന്നാലും. അങ്ങനെ ഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഉടയവനായ ഈശ്വരൻ നീട്ടിത്തരുന്ന ആയുസിന്റെ വൃക്ഷമാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുക. ഇപ്പൊ തമ്പുരാൻ തരുന്നതാണ്. ഇപ്പൊ മരണത്തിന് മുമ്പിൽ മനുഷ്യൻ എന്നും എക്കാലത്തും നിസ്സഹായമാണ്. ഞങ്ങൾ കപ്പുച്ചിനച്ചന്മാരുടെ ധ്യാനത്തെ പ്രായമുള്ള കാരണവന്മാർ വിളിക്കുന്ന പേര് തലയോട്ടി അച്ഛന്മാരുടെ ധ്യാനമെന്നാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ അറിയാം അത് കൂടുതലായിട്ട് തലയോട്ടി അച്ഛന്മാർ. കാരണം കപ്പുച്ചിൻ മിഷൻ ധ്യാനം 60 വർഷമായിട്ട് കേരളത്തിൽ ഞങ്ങൾ രൂപീകരിച്ചതും 300 വർഷമായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു ധ്യാന ശൈലിയാണ്.
ഈ കപ്പുച്ചിൻ മിഷൻ ധ്യാനം ഞായറാഴ്ച രാവിലെ തുടങ്ങിയാൽ ശനിയാഴ്ച രാവിലെ തീരുക. വ്യാഴാഴ്ച ആകുമ്പോൾ എല്ലാവരും തന്നെ പള്ളിയിൽ വരും. ധ്യാനത്തിൽ വരാത്തോണ്ട് വീട് വെഞ്ചരിക്കാതെ ഇട്ടേച്ച് വരും. അപ്പോൾ എല്ലാവരും പിന്നെ വെഞ്ചരിപ്പിക്കാനൊക്കെ ആയിട്ട് വന്ന് ധ്യാനത്തിൽ അങ്ങ് പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്ത് വെള്ളിയാഴ്ച രാവിലെ 7:30 സിമിത്തേരിയിലാണ് ധ്യാനം. വ്യാഴാഴ്ച വൈകുന്നേരം വരെ പള്ളിയിൽ, വെള്ളിയാഴ്ച ശവക്കോട്ടയിലാണ് ധ്യാനം. എല്ലാവരും സിമിത്തേരി വരും. അതുവരെ പള്ളി വരാത്തവനും ശുദ്ധ തമ്മാടികളും പോക്കറികളും ഒക്കെ എത്തുന്ന ദിവസം 7:30 മണി സമയത്ത് ഇളം വെയിലത്ത് എല്ലാവരും ഓരോ കുഴിമാടത്തോട് ചേർന്നിരിക്കണം. സ്വന്തപ്പെട്ടതാക്കിയിട്ടുണ്ടോ അവിടെ ചേർന്നിരിക്കും. അങ്ങനെ ചേർന്നിരിക്കുമ്പം ധ്യാനത്തിന് നയിക്കുന്ന അച്ഛൻ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കും. കപ്പുച്ചിൻ സഭയുടെ ധ്യാനത്തിന്റെ ചാർജ് ആകുന്നവർക്കൊക്കെ പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് തലയോട്ടി. 95-ലാണ് ഞാൻ തലയോട്ടി ഏറ്റുമേടിച്ചത്. അങ്ങനെ തലയോട്ടി മേടിച്ചത് എണ്ണം എനിക്ക് വെച്ചേക്കാൻ കഴിയില്ല. അത് സിമിത്തേരി കൊണ്ടുചെല്ലും. സിമിത്തേരി കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കും. വെള്ളം വെയിലത്ത് ഇങ്ങനെ ഇരിക്കുമ്പം നന്നായിട്ട് പ്രസംഗിക്കുന്ന കൂട്ടത്തിലുള്ളൊരു അച്ഛൻ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഒരുപാട് കാഴ്ച കണ്ട് സുഖിച്ച മനുഷ്യ, നിന്റെ കണ്ണ് ഇതുപോലെ 2 തുളയായിട്ട് മാറും. ഒത്തിരി കുറ്റം കേട്ട് സുഖിച്ച മനുഷ്യ, ഒരു ദിവസം നിന്റെ ചെവി ഇതുപോലെ 2 ദ്വാരമായിട്ട് മാറും. ഒരുപാട് തിന്ന് സുഖിച്ച മനുഷ്യ, നിന്റെ പല്ലിങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുകയും ഇളം വെയിലും ഒക്കെ ആകുമ്പം 4-5 പേരെങ്കിലും സാധാരണഗതിയിൽ ബോധം കെട്ട അവിടെ വീഴും. അങ്ങനെ ബോധം കെട്ടാ ധ്യാനം വിജയിച്ചു എന്നുള്ളതാണ്. ഇന്ന് പല ധ്യാനവും അങ്ങനെയല്ലേ, തൂവാലയാട്ടുമ്പം ബോധം കെടുന്നവരും ബെന്നിഹിൻ ഇങ്ങനെ വീശുമ്പം ബോധം കെട്ടാലും അല്ലേ ധ്യാനം. ദൈവമാണോ പരിശുദ്ധാത്മാവാണോ പിശാചാണോ ഒരു തിരിച്ചറിവില്ല. ബോധം കെട്ടാൽ ഇന്ന് ധ്യാനത്തിനൊക്കെ ആൾക്കാർ അങ്ങനെയല്ലേ ഓടുന്നത്, വെറൈറ്റി കാണാനായിട്ട്. ഇന്നസെന്റ് കട ഉദ്ഘാടനം ചെയ്ത കുറെ പേര് ജഗതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അടുത്ത ആൾക്കാർ. ഒരാളുടെ ധ്യാനത്തിൽ ബോധം കിടന്ന കാണാൻ കുറെ പേര്, രോഗശാന്തി കാണാൻ മറ്റൊരാൾ. നവീകരിക്കപ്പെടാൻ ആർക്കും താല്പര്യമില്ല. ഈ പ്രകടനം കാണാനാണ് ഇഷ്ടം. പലപ്പോഴും ധ്യാനത്തെ ഇങ്ങനെ ഒതുക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിപത്ത് സഭയിലെന്ന് പറയുക. അപ്പം ഈ തലയോട്ടി പ്രകടനമാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ ശരിക്കും അതങ്ങ് ഇളക്കും. പിന്നീട് അടുത്ത കാലത്ത് സഭ പറഞ്ഞു, തലയോട്ടി കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, അതുകൊണ്ട് തലയോട്ടി കാണിക്കണ്ട, സിമിത്തേരി പോയി ധ്യാനിപ്പിച്ചാൽ മതി. പലരും ചോദിക്കും, എന്റെ ജോസഫച്ച അച്ഛൻ തലയോട്ടിയും കൂടെ കാണിക്കാമെങ്കിൽ നല്ല ഇഫക്റ്റ് അല്ലേ കാണിക്കാതെ? ഞാൻ പറയും, പൊന്നു സഹോദര, 990 വരെയുള്ള മനുഷ്യർക്ക് തലയുണ്ടായിരുന്നു. അതുകൊണ്ട് ഓട്ടി കാണിച്ചാലും ഫലം ഉണ്ടായിരുന്നു. ഈ തലയില്ലാത്തവരെ ഓട്ടി കാണിച്ചിട്ട് എന്നാ കാര്യം? അതുകൊണ്ടാണ് ഇത് കാണിക്കാതിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ തലയോട്ടി കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാ മനുഷ്യനെ തലയോട്ടി കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഒരു സന്ദേശം പഠിപ്പിക്കാന്. മനുഷ്യന്റെ ഓർമ്മ ശരീരം എന്ന് വെച്ചാൽ ഈ ദേഹം, ഈ സൗന്ദര്യം, അങ്ങനെ കരുതിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം, ഈ മാംസം, ഈ ദേഹമാ ജീവിതമെന്ന് കരുതിയവരെ പഠിപ്പിക്കുക. ഇത് അഴുകിപ്പോകും, ഇതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട്, അതാണ് എല്ല് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാ ഈ തലയോട്ടി എടുത്ത് കാണിച്ചത്. അടുത്തയിടെ എൻ്റെ കൂട്ടുകാരനായ അച്ഛൻ, ഞങ്ങൾ 2 രീതിയിൽ കപ്പുച്ചൻകാരുണ്ട്. മലബാർ മലങ്കര സഭയിലേക്ക് കപ്പുച്ചനും ലത്തീൻ രീതിയിലുമുണ്ട്. അപ്പം ലത്തീൻ രീതിയിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തായ അച്ഛന് നല്ല പ്രസംഗം, പക്ഷേ അടുത്ത കാലത്ത് പ്രസംഗം യേശുന്നില്ല എന്ന് അച്ഛനൊരു തോന്നൽ. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, പഴയ തലയോട്ടി എന്ന് പ്രയോഗിച്ചേക്കാമെന്ന് കരുതി അച്ഛൻ ഒരു തലയോട്ടി സംഘടിപ്പിച്ചു. തലയോട്ടി സംഘടിപ്പിച്ചിട്ട് ലോഹയുടെ കീഴെ നല്ല 1-ാം തരം ജീൻസ് പാൻസ് ധരിച്ച് അതിൻ്റെ പോക്കറ്റിൽ ഒരു സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്തു. ചെറിയ വയറിൻ്റെ കണക്ഷനും കൊടുത്തു. തലയോട്ടിയുടെ കണ്ണിൻ്റെ അവിടെ 2 സീരിയൽ ബൾബ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ലോഹയുടെ പോക്കറ്റ് കയറി, കാരണം പോക്കറ്റിൽ കൂടെ നേരെ സ്വിച്ച് ഓൺ ചെയ്യാവുന്ന വിധത്തിൽ ക്രമീകരിച്ചു. അച്ഛനും തലയിൽ ഒരു മുടി പോലും ഇല്ലാത്തൊരു വലിയച്ഛനും കൂടെ ഒരു പള്ളിയിൽ പോയി ധ്യാനിപ്പിച്ചു. വൈകുന്നേരം 5:30 മുതൽ 9:30 വരെ ധ്യാനം. ഈ 5:30 മുതൽ 7 വരെയുള്ള സമയത്ത് ഒരു മുടി പോലും ഇല്ലാത്ത അച്ഛൻ ആവേശത്തോടുകൂടി ജീവിതത്തിന്റെ വരൾച്ച, ശുഷ്കത, ശൂന്യത, ഡ്രൈനസ്, ഇതിനെക്കുറിച്ചൊക്കെ നീണ്ട ക്ലാസ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് 7 മണിക്ക് അച്ഛൻ ഇറങ്ങി. എല്ലാവരും വെള്ളം കുടിക്കാൻ പോയി. പിന്നെ അടുത്തത് 7:30. 7:30 മുതൽ 9:30 വരെയാണ് എൻ്റെ കൂട്ടുകാരുടെ പ്രകടനം. കരണ്ട് പോയ ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് കരണ്ട് പോയി. അച്ഛനോട് നല്ല സമയം തലയോട്ടിയുടെ പ്രകടനം കാണിക്കാൻ ഒത്ത സമയം. അച്ഛൻ സാവധാനം കയറി വന്ന് 3-4 തിരി വള്ളിക്കത്ത് അവിടെ ഇവിടെയും കത്തിച്ചു വെച്ചു. എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയിട്ട് ആത്മവിദ്യാലയമേ എന്നുള്ള പാട്ട് ഉറക്കെ അങ്ങ് പാടി. 2-ാം ഘട്ടം ജീവിതം ഒരു നീർപ്പോളെ അല്ലേ, ഇതും പാടി ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുക. കരണ്ടില്ലല്ലോ. അച്ഛൻ സാവധാനം ജീവിതത്തിന്റെ നിരർത്ഥകത പറഞ്ഞിട്ട് പോക്കറ്റിലിട്ട് ഒറ്റക്കോട്ട് കൊട്ടിപ്പം തലയോട്ടി ഇങ്ങനെ പൊക്കി പിടിക്കുകയും ഈ ലൈറ്റ് ഇങ്ങനെ കെടാനും തെളിയാനും കെടാനും എല്ലാവരും ഇങ്ങനെ ചിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കും ഒന്നും യേശുന്നില്ല. അച്ഛൻ ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ അന്ന് പിടികിട്ടിയില്ലേ? ഉടനെ മുമ്പിലിരുന്ന കൊച്ചു പറഞ്ഞു, ആദ്യം പ്രസംഗിച്ച അച്ഛൻ്റെ തലയാണ്, കാരണം ഒരു മുടി പോലും ഇല്ലാത്ത അച്ഛനാണ് ആദ്യം പ്രസംഗിച്ചിറങ്ങിപ്പോയത്. ഇന്ന് തലയോട്ടി കാണിച്ചാൽ പോലും മനുഷ്യനെ യേശിയല്ല. കാരണം മൈഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ടവർക്ക് തലയോട്ടി കണ്ടാൽ വല്ല പേടിയുള്ളൂ. പിന്നെയും പേടി ധ്യാനഗുരുവിനാണ്. ഇതും ചുവന്നോണ്ട് രാത്രിയും പാലും നടക്കണ്ടേ, ഇതിന്റെ ഭയം മാത്രം.
അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ തലയോട്ടി കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലിന് മാംസത്തിനപ്പുറത്തുള്ള ഒരു എല്ലിന്റെ ലോകമുണ്ട്, ഒരു എല്ലിന്റെ യാഥാർത്ഥ്യമുണ്ടെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മരണം മനുഷ്യന്റെ മുമ്പിൽ എന്നും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയ ഷെല്ലി. ഒരു നൈറ്റ് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിഞ്ഞ് ഷെല്ലി യാത്ര പുറപ്പെടുക. അപ്പൊ ഇങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ സുഹൃത്തായൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ക്ഷയിക്കാൻ കൊടുത്തിട്ട് സാവധാനം ഷെല്ലി പിരിയുന്ന സമയത്ത് പറയുകയാണ്, സുഹൃത്തെ, നിന്റെ കയ്യിലൂടെ മരണം അരിച്ചരിച്ച് കയറുന്ന പോലെ ഒരു തണുപ്പ് എനിക്ക് തോന്നുന്നല്ലോ. സുഹൃത്തെ, നിന്റെ കയ്യിലൂടെ മരണം അരിച്ചരിച്ച് കയറുന്ന പോലെ ഒരു തണുപ്പ് എനിക്ക് തോന്നുന്നല്ലോ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഷെല്ലി യാത്രയായി. ഒരു കടത്ത് കടന്നു പോകണം, അരമണിക്കൂർ. പോകുന്ന വഴിക്ക് വെള്ളത്തിൽ അദ്ദേഹത്തിന്റെ ചങ്ങാടം മുങ്ങി ഷെല്ലി മരിക്കുകയാണ്. മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കൂട്ടുകാരൻ പറഞ്ഞത്, നിന്റെ കയ്യിലൂടെ മരണം അരിച്ചരിച്ച് കയറുന്ന പോലെ തോന്നുന്നല്ലോ. ഈ വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഇനിമേൽ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ കട്ടിലേക്ക് കയറി ഇരുന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് ഒന്ന് കുനിഞ്ഞിരിക്കണം. 2 കൈ കൊണ്ടും കാലിന്റെ ഉപ്പൂറ്റി മുതൽ മുകളിലോട്ട് സാവധാനം പിടിച്ചുകൊണ്ട് പറയണം, സഹോദര വലതുകാലെ മരണം അരിച്ചരിച്ച് കയറുന്ന പോലെ ഒരു തണുപ്പ് കയറി വരുന്നല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടേ കിടക്കാൻ പോവും. കാരണം രാവിലെ എഴുന്നേക്കുമെന്ന് ഉറപ്പല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടേ കിടക്കാൻ പോവും. ഓരോ കാലിലും കയ്യിലും പിടിച്ച് പറയണം. ഒരു മനുഷ്യൻ ഒരിക്കൽ പറയാം, എൻ്റെ അച്ഛ കേരളത്തിലെ കൊടും ചൂടത്ത്, മാർച്ച് ഏപ്രിൽ മാസത്തിലെ ചൂടത്ത് ജനിച്ച വാടക കിടന്നുറങ്ങാനാ എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ കിടക്കാത്തതിന്റെ കാരണം വല്ല അറ്റാക്കിങ്ങാനും വന്ന് മരിച്ച രാവിലെ നാണക്കേടാണല്ലോ നോർത്താണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം മരണം എപ്പോഴും കൂടെ അന്ത്യവാസനമാണ്. ജീവിതം എപ്പോഴും നമ്മൾക്കൊപ്പം മരണത്തിലേക്കൊരു വിളിയുകൊണ്ട് മരണത്തിന്റെ സാധ്യതയും നമ്മോടൊപ്പം സന്തത യാത്രക്കാരാണ്. ഓർക്കുക, അപ്പൊ മരണത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ലോകത്ത് ഓരോ വ്യക്തിയും മരിക്കുമ്പം ദൈവം നമ്മോട് സംസാരിക്കുന്നു. സ്പെയിനിലെ ഇസബെല്ല രാജ്ഞിയുടെ ശക്തനായ ചാൻസലറായിരുന്നു ഫ്രാൻസിസ് ബോർജിയ. ഈ ഫ്രാൻസിസ് ബോർജിയ ഇസബെല്ല രാജ്ഞി ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇസബെല്ല എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സൗന്ദര്യത്തിന്റെ വീനസാണ്. ആരും കൊതിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമുള്ള മുഖത്തിന്റെ ഉടമയാണ്. ഒരിക്കൽ ഫ്രാൻസിസ് ബോർജിയ സ്പെയിനിന്റെ രാജ്യകാര്യങ്ങൾക്ക് വേണ്ടി വിദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പം പെട്ടെന്ന് ഇസബെല്ല രാജ്ഞി മരിച്ചു കഴിഞ്ഞപ്പം രാജ്യത്തിന്റെ നിയമപ്രകാരം ചാൻസലർ വന്ന് അവസാനം മുഖം കാണണം മൂടി പൊക്കിയിട്ട്, എന്നിട്ടേ അടക്കാൻ പറ്റുള്ളൂ. 3-ാം ദിവസം ചാൻസലർ വന്നു. കർമ്മങ്ങളെല്ലാം അവസാനിക്കുമ്പം മൂടി പൊക്കിയിട്ട് വേണം കല്ലറയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഒത്തിരിയേറെ കാണാൻ കൊതിച്ച, എന്നും സ്നേഹത്തോടെ ഉറ്റുനോക്കി ഇസബെല്ല രാജ്ഞിയുടെ മുഖം കാണാൻ വേണ്ടി ഈ ഫ്രാൻസിസ് ബോർജിയ ശവമഞ്ചത്തിന്റെ മൂടി പൊക്കിയപ്പോൾ പുതിയ അവകാശികൾ ദേഹത്ത് യാത്ര ആരംഭിച്ചിരുന്നു. ജീവിക്കുമ്പം പെർഫ്യൂമും പൗഡറും അലങ്കാരവും ആഡംബര വസ്തുക്കളും സ്വന്തം ബന്ധങ്ങളൊക്കെ അവകാശമാണ്. പക്ഷെ മരിച്ച് 48 മണിക്കൂർ കഴിയുമ്പം പുഴുവും ചെറിയ പ്രാണിയും സഞ്ചരിച്ചു തുടങ്ങും. വികൃതമായ മുഖം, വെള്ളം വീർത്ത് കെട്ടി നീലച്ച് കറുത്ത കരിവാളിച്ച മുഖം. ഈ മുഖം കണ്ട ഫ്രാൻസിസ് ബോർജിയ സ്വന്തം 2 കണ്ണുകളും അടച്ചു പൊത്തിക്കൊണ്ട് ഒരു പ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു, ശവമഞ്ചം അടയ്ക്കുക. എന്നിട്ട് അദ്ദേഹം പുലമ്പുകയാണ്, ഇന്നൊരു വലിയ സത്യം ഞാൻ അറിയുന്നു. ഈ ലോകത്തിലെ ഏത് സൗന്ദര്യത്തിനും വെറും 3 ദിവസത്തിന്റെ വഴക്കമേ ഉള്ളൂ എന്ന ശാശ്വതമായ സത്യം. ഇന്നൊരു വലിയ സത്യം ഞാൻ അറിയുന്നു. ഈ ലോകത്തിലെ ഏതു സൗന്ദര്യത്തിനും വെറും 3 ദിവസത്തിന്റെ വഴക്കമേ ഉള്ളൂ എന്ന ശാശ്വതമായ ഒരു സത്യം. പിന്നീട് അദ്ദേഹം ജോലി രാജിവെച്ചു. ഇന്ന് സഭയിൽ രൂപക്കൂട്ടി വണങ്ങപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ എന്ന ഒരു വലിയ വിശുദ്ധനാണ്. മരണം മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കും. പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ ഞെട്ടും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെല്ലാം മരിക്കുമ്പോൾ നമുക്ക് വേദന തോന്നും, പക്ഷെ നമ്മൾ ഇപ്പോഴെങ്കിലും മരിക്കുകയല്ല എന്നാണ് നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് ആ മനുഷ്യന് കുത്തഴിഞ്ഞ് ജീവിക്കുന്നതുമൊക്കെ. മരണാനന്തരം ഒരു ജീവിതവും വിധിയെ കൊണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് ഉഴപ്പി ജീവിക്കാൻ പറ്റുമോ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക്, മരണശേഷം ഒരു ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് ജീവിതം എത്രയോ ഗൗരവമുള്ളതായിട്ട് മാറും. സത്യസന്ധത, നീതി എല്ലാം നമ്മൾ മുറുകെ പിടിക്കും മരണാനന്തര ജീവിതത്തിൽ ഉറപ്പുള്ളവർക്ക്. അപ്പൊ ഈ ലോകത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഓർക്കുക, അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. ഇവിടെ നമ്മൾ ഒരുങ്ങുക. ഏത് സമയം ഈ ലോകമെന്ന് പറഞ്ഞാൽ 10-100 വർഷം നെടിൽ പോലെ കടന്നു പോകും. ഒരു നിത്യതയും വിധിയും ഒക്കെ തമ്പുരാൻ ഒരുങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരായിട്ടിരിക്കുക. മരണത്തിലൂടെ ദൈവം സംസാരിക്കും. 8, ദൈവം സംസാരിക്കുന്ന 8ാമത്തെ വഴി ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവവചനം 3 സന്ദേശമാണ് നമ്മോട് സംസാരിക്കുന്നു. 1, ആശ്വസിപ്പിക്കുന്ന വചനം 82%.
തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. 82% വചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ്. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ. 11% വചനങ്ങൾ ഉപദേശിക്കുന്ന വചനങ്ങൾ. 7% വചനങ്ങൾ ശാസിക്കുന്ന വചനങ്ങൾ. മൂന്നായിട്ടാണ് തിരുവചനത്തെ മുറിക്കുക. 82% വചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ. നിന്റെ മുഖം ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നീ എനിക്ക് പ്രിയപ്പെട്ടവനും അമൂല്യനും ബഹുമാന്യയുമാണ്. ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ 82%. ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക. വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ഉപദേശിക്കുന്ന വചനങ്ങൾ 11%. ശാസിക്കുന്ന വചനങ്ങൾ 7%. വരാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് ഓടിയകലുക. വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഫലം തരാത്ത വൃക്ഷം വെട്ടി തീയിലെറിയപ്പെടും. ശാസിക്കുന്ന വചനങ്ങൾ 7%. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലൂടെ ആശ്വാസവും ഉപദേശവും ശാസനയും ഒക്കെ നമ്മൾ സ്വീകരിക്കുകയാണ് തിരുവചനത്തിലൂടെ. ഇപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിലൂടെ. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നു, ദൈവവചനം ഒരു പ്രാവാണ്. ദൈവത്തിന്റെ വചനം ഒരു പ്രാവാണ്. എന്റെ ഹൃദയം ഒരു വീടാണ്. വചനമാകുന്ന പ്രാവ് ഹൃദയമാകുന്ന വീടിന്റെ പുറത്ത് വന്ന് ചിറകിട്ടടിക്കും. ചിറകിട്ടടിച്ചുകൊണ്ട് ശല്യപ്പെടുത്തും. അതായത് ഓരോ പ്രാവശ്യവും ധ്യാനപ്രസംഗം കേൾക്കുമ്പോഴും ബൈബിള് വായിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്താൽ കൊള്ളാവുന്ന ഒരു തോന്നലുണ്ടാവും. അതാണ് വചനമാകുന്ന പ്രാവ് ചിറകിട്ടടിക്കുകയാണ് ഹൃദയമാകുന്ന വീടിന്റെ ജനലേ വന്ന്. ഇങ്ങനെ ചിറകിട്ടടിക്കുമ്പം വീണ്ടും വീണ്ടും നമ്മൾ ജനൽ അടച്ചുപൂട്ടിയിട്ടാലോ വീണ്ടും വീണ്ടും പ്രാവ് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ശല്യം ഒഴിവാകട്ടെന്നോർത്ത് ഹൃദയം തുറന്ന് വചനമാകുന്ന പ്രാവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചാലോ അതകത്ത് കയറി കുറുകിക്കൊണ്ടിരിക്കും. എന്നതായിരിക്കും കുറുകുന്നത്? മോനെ മോളെ, ഈ പോക്ക് പോയാൽ ഒരു പോക്കാണ്, ഈ പോക്ക് പോയാൽ ഒരു പോക്കാണ്. അടച്ചാലും ബഹളം, തുറന്നാലും ബഹളം. ഇതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനം ഓരോ നിമിഷവും ഓരോരോ സന്ദേശത്തിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഈ വചനമാകുന്ന പ്രാവിനെ നമ്മൾ നിശ്ചലമാക്കാൻ ശ്രമിക്കുകയും അതിന്റെ പ്രോംപ്റ്റിങ്ങിനെ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുമ്പം ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാവും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് വചനമുണ്ട്, വചനത്തോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ സ്വന്തം ന്യായീകരണത്തിനും ഇഷ്ടത്തിനും വേണ്ടി വചനത്തെ മാറ്റുന്ന വളച്ചൊടിക്കുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കുക. ഒരിക്കൽ വികാരിയച്ചന്മാരുടെ സ്ഥലം മാറ്റം. വികാരിയച്ചന്മാർക്ക് സാധാരണ പിതാവ് നമ്മുടെ നാട്ടിൽ സ്ഥലം മാറ്റം കൊടുക്കുന്നത് ഈസ്റ്ററിനും പന്തക്കുസ്തായിക്കും ഇടയിലാണ്. അപ്പം വികാരിയച്ചന്മാർ പിതാവിനോട് പരാതി പറഞ്ഞു, പൊന്നു പിതാവേ, ഈസ്റ്ററിനും പന്തക്കുസ്തായിക്കും ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്ഥലം മാറ്റം തരരുത്. പിതാവ് ചോദിച്ചാൽ അതന്നെ. പിതാവെ, ആ കാലഘട്ടത്തിൽ പള്ളിയിലത്തെ ആ വായന ഞങ്ങൾക്ക് ചേർന്ന വായനയല്ല. സ്ഥലം മാറാൻ പോകുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ ഇടവകയിൽ പടരും. പിന്നെ സ്ഥലം മാറാൻ പോകുന്ന അച്ഛന്മാരായിട്ടാണ് ഒരു മാസം ഞങ്ങൾ പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിലെ വായന സ്ഥലം മാറിപ്പോകുന്നവർക്ക് ചേർന്ന വായനയല്ല. കാരണം ആ കാലഘട്ടങ്ങളിൽ ഈസ്റ്ററിനും പന്തക്കുസ്തായ്ക്കിടയിൽ വായിക്കുന്ന ഭാഗം ഈശോയുടെ യാത്രാമൊഴിയാണ്. കുഞ്ഞുങ്ങളെ, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ള ഭാഗമാണ്. അത് സ്ഥലം മാറി പോകുന്ന അച്ഛന്മാർക്ക് ഒട്ടും ചേർന്നതല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മാറ്റം തരരുത്. പിതാവ് പറഞ്ഞു, നിശ്ചയം തന്നെ, തീരുമാനം ഉറച്ചത് തന്നെ, മാറ്റം ഉറപ്പ്. എല്ലാവരും മാറി മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും ക്ഷമിച്ചു സഹിച്ചു. ഇതിൽ ഒരച്ഛൻ അല്പം വില്ലനും ബിരുദനുമായിരുന്നു. അച്ഛന് ഈ സ്ഥലമാറ്റം ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ പുതിയ പള്ളിയിൽ ചെന്നപ്പം 10,500 പേര് പുത്തച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പള്ളിയിൽ നിറഞ്ഞിരിപ്പുണ്ട്. അച്ഛൻ അന്ന് വായിക്കേണ്ട ബൈബിൾ ഭാഗം വിദഗ്ധമായി അങ്ങ് മാറ്റിയിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ ഭാഗം എല്ലാവരും ഉറക്കെ അങ്ങ് വായിച്ചു കൊടുത്തു. അച്ഛൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4 മുതൽ 10 വരെ ഉറക്കെ വായിച്ചു. കുഞ്ഞുങ്ങളെ, ഇതാ ആടുകളുടെ യഥാർത്ഥ ഇടയൻ വന്നിരിക്കുന്നു. എനിക്ക് മുമ്പ് വന്നതെല്ലാം കള്ളന്മാരും പിടിച്ചുപറിയന്മാരുമായിരുന്നു. അപ്പൊ ഈ ആശ്വസിപ്പിക്കുന്ന വചനത്തെ ഒരു തലവാളാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മളിന്ന് ജീവിക്കുക. അപ്പൊ നമ്മൾ എവിടെയാണേലും ഈ തമ്പുരാന്റെ വചനം നമ്മോട് സംസാരിക്കണമെന്ന് വരികില്ല. ലൈഫ് കോണ്ടസ്റ്റിൽ തമ്പുരാന്റെ വചനത്തെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് ജീവിതത്തിന്റെ ആശ്വാസമായിട്ട് മേടിക്കുമ്പം ദൈവം സംസാരിക്കുന്ന വഴിയാ. ഉദാഹരണത്തിന്, വല്ലാത്ത മനപ്രയാസം ഉണ്ടാകുന്നു, മനസ്സ് നീറി ബുദ്ധിമുട്ടിയിരുന്ന ബൈബിൾ അങ്ങ് തുറക്കുക. അപ്പോൾ കിട്ടുന്ന വചനമാണ്, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ ഒരു കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ദൈവം സംസാരിക്കുന്ന വഴി ആ സമയത്ത് നമ്മൾ വിവേചിച്ചറിയണം. വെറുതെ പരീക്ഷണാർത്ഥം എടുത്തേക്ക്. ചില ആൾക്കാർ എപ്പോഴും സുവിശേഷപ്പെട്ടി എടുത്തിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്തേക്കാം. അതൊക്കെ ചുമ്മാ പൊട്ടത്തരവാ.
അത് ബൈബിളിനെ വ്യഭിചരിക്കുന്ന ഇടപാടാണ്. ഏതാനും ബൈബിൾ വാക്യം എടുത്തിട്ട് ഓരോ വാക്യം എടുത്തിട്ട് തമ്പുരാൻ പറയാൻ ഇപ്പം ചെയ്തേക്കാം. അത് സഭയുടെ പ്രബോധനമോ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടോ അല്ല അതൊന്നും. അതേ സമയത്ത് ഒത്തിരി നീറിയിരിക്കുമ്പോൾ എടുത്ത് വായിക്കുന്ന ഒരു പാസേജിൽ ദൈവത്തിന്റെ ആശ്വാസ സന്ദേശമാണ്. സുവിശേഷപ്പെട്ടി അരുതെന്നോ വാക്യം നോക്കരുതെന്നല്ലോ ഒക്കെ ആകാം, പക്ഷെ അത് അൾട്ടിമേറ്റ് പ്രാധാന്യം അതിന് കൊടുത്തേക്കരുത്. ഓരോന്നും ഓരോ കോണ്ടക്സ്റ്റിൽ പ്രൈമോറിയൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ബുദ്ധിക്കാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ വേണം വചനത്തെ ആണേ പോലും നമ്മൾ വിവേചിച്ചറിയാൻ. ചിലപ്പം ദൈവവചനമാണേ പോലും നമ്മൾ അസ്ഥാനത്ത് വെച്ചാൽ അപകടമല്ലേ. ഈ തിന്മയെന്ന് പറയുന്നത് എന്താ? തിന്മയെന്ന് പറഞ്ഞാൽ അസ്ഥാനത്തെ നന്മയാണ് തിന്മ. അതൊരിക്കലും മറന്നേക്കരുത്. അസ്ഥാനത്തെ നന്മയാണ് തിന്മ. ചാണകം, നല്ല പച്ച ചാണകം, ചാണകക്കുഴി കിടക്കുമ്പോൾ ഉഗ്രം സാധനമാണ്. പക്ഷേ ഊട്ടുമേശയിൽ കറിയുടെ അടുത്ത് സോസറി വെച്ചാൽ ചാണകം മോശമല്ല, അസ്ഥാനത്തെ നന്മ തിന്മയാണ്. ഇനി നെല്ല് നട്ടെടുത്ത് ചീര വളർന്നാൽ അത് കളയാം, ചീര നട്ടെടുത്ത് നെല്ല് വളർന്നാലോ അതും കളയാം. അപ്പോൾ അസ്ഥാനത്തെ നന്മ തിന്മയാണ്. അസ്ഥാനത്ത് കയറി പോലും പേടിക്കാനൊന്നുമില്ല, അത് ഓടി പോന്നോളൂ, കളിച്ച് നടന്നോളൂ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന. അപ്പം നമ്മൾ അസ്ഥാനത്തെ നന്മ തിന്മയാണ്. എവിടെല്ലാം നമ്മുടെ ദൈവത്തിന്റെ വചനമാണല്ലോ അങ്ങനെ. നമ്മൾ അസ്ഥാനത്ത് ദൈവത്തിന്റെ വചനത്തിന് ഊന്നൽ കൊടുത്താൽ പ്രശ്നമാണ്. ഉദാഹരണത്തിന് ഒരാളൊരു വലിയ ധ്യാന കേന്ദ്രത്തിച്ചു, ധ്യാനമെല്ലാം കൂടിക്കഴിഞ്ഞപ്പം ആത്മാവിന്റെ ആവേശവും ശക്തിയും അദ്ദേഹം കിട്ടാവുന്ന ബൈബിൾ വാക്യങ്ങൾ മുഴുവൻ മുറം, പരമ്പ്, ഷീറ്റ് അങ്ങനെ കിട്ടാവുന്ന വചനത്തിന്റെ എത്ര മുഴുത്ത വചനമുണ്ട് അതെല്ലാം പെറുക്കി കൊണ്ടുവന്നു. ഇത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ടു, വീടിന്റെ നടവാതിക്കലും മുറികളിലും ഒക്കെ. ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴുണ്ട് വീട്ടിലെ വേലക്കാരി, 25 വയസ്സുള്ള വേലക്കാരി, ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്ന പ്രശ്നമേ ഇല്ലെന്നും പറഞ്ഞ് കെട്ടിപ്പൂട്ടി പാഴ്സൽ എടുത്തുകൊണ്ട് ഇവിളി യാത്രയായി. അപ്പോൾ പെമ്പർനോത്ത് വീട്ടിലെ തള്ള പറഞ്ഞു, അരുതാത്ത നോട്ടമോ വേണ്ടാത്ത വർത്തമാനമോ എന്തോ ഇയാൾ ജോലിക്കാരോട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയത്. ഇയാൾ പറഞ്ഞു, ഈ ധ്യാനം കൂടുന്നതിന് മുമ്പ് പോലും ഞാൻ വേണ്ടാത്ത നോട്ടമോ അരുതാത്ത വർത്തമാനമോ അഴുക്ക് ചിന്തയോ ഉണ്ടായിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലത്. ഉടനെ അവൾ പറഞ്ഞു, പിന്നെ പോയതിന്റെ കാരണം എന്നാ? ഇയാളും പെമ്പർനോത്തിയും കൂടെ മൊത്തം തപ്പാൻ തുടങ്ങി. ഈ വേലക്കാരി പോയതിന്റെ കാരണം അറിയണ്ടേ? ഇപ്പം നടവാതക്കൽ ഒരു വചനം തൂക്കിയിട്ടിരിക്കുന്നു, ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. അടുക്കളയ്ക്കകത്തൊരു വചനം, അലസർ ഭക്ഷിക്കാതിരിക്കട്ടെ. ഭാര്യയുടെ കട്ടിലിന്റെ തലയ്ക്കൊരു വചനം കൊളുത്തിയിട്ടിരിക്കുന്നു, ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിക്കുവിൻ. കുഞ്ഞുങ്ങളുടെ മുറിക്കകത്ത് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് വിധേയത്വമുള്ളവരായിരിക്കും. അങ്ങനെ തപ്പി ചെന്നപ്പോഴാണ് 25 വയസ്സുള്ള വേലക്കാരി കിടക്കുന്ന കട്ടിലിന്റെ മുകളിൽ ആണിയലും അറിയാതെ ഒരു വചനം കൊളുത്തിയിട്ടിരുന്നു. അതിപ്രകാരമാണ്, മകളെ ഉണർന്നിരിക്കുക, രാത്രിയുടെ ഏത് യാമത്തിലും നിന്റെ യജമാനൻ നിന്നെ സന്ദർശിക്കും. ഈ അസ്ഥാനത്തെ നന്മ എവിടെയും തിന്മയാണ്. ദൈവവചനമാണെങ്കിലും വിവരമില്ലാതെ ഉപയോഗിച്ചാൽ അതും തിന്മയായിട്ട് മാറുമെന്ന്. അപ്പോൾ ദൈവത്തിന്റെ വചനം സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് കോണ്ടക്സ്റ്റിൽ സംസാരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്ദേശമായിട്ട് മാറുക. സ്ഥാനത്തും അസ്ഥാനത്തും എടുത്തിട്ട് ആ സന്ദേശമാണെന്ന് ഓർത്തേക്കരുത്. ഒരുത്തൻ ഇങ്ങനെ വചനമൊക്കെ കേട്ടപ്പോൾ അവന് വലിയൊരു ആവേശം, എവിടെ പോയാലും ബൈബിൾ എടുത്തുകൊണ്ട്. അപ്പോൾ ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഇവൻ ബൈബിൾ തുറന്നു, അറ്റ് റാൻഡം തുറന്നു നോക്കി, ഈശോ എന്നാ പറയുന്നത് അതുപോലെ ചെയ്തേക്കാം. ഗതികേടിന് കിട്ടിയത് യൂദാസ് പോയി തൂങ്ങിച്ചാത്തന്ന. അവനോർത്ത് ദൈവമേ, ഒന്നുകൂടെ അവൻ തുറന്നെടുത്തു. ലൂക്കാ 10:37 വീണ്ടും കണ്ണു പതിച്ചു, നീയും പോയി അതുപോലെ ചെയ്യാം. അപ്പം നമ്മൾ ഈ വചനമാണേലും തോന്നുന്ന വിധത്തിൽ എടുത്തേക്കരുത്. ദൈവം സംസാരിക്കുന്ന വിധത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മൾ സംസാരിക്കുന്നുണ്ട്, വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വിളി. അപ്പം 8 വഴികളിലൂടെ ദൈവം സംസാരിക്കുന്നു. പിന്നെ നമ്മൾ സംസാരിക്കുന്ന വഴികളാണ്, ഒരു മാറാരോഗം വരുമ്പോൾ എൻ്റെ നിസ്സഹായതയാണ് ദൈവം സംസാരിക്കുന്നു. അച്ഛന്മാരോ സിസ്റ്റേഴ്സോ നമ്മളെക്കാൾ അറിവുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ മുതിർന്നവരോ ആരും ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞു തരുന്ന വഴിയൊക്കെ ദൈവം സംസാരിക്കുന്ന വഴികളാണ്. തകർച്ചകൾ, ചില കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു, എത്ര ചെയ്തിട്ടും ഓർക്കുന്ന കാര്യം നടക്കുന്നില്ല, അത് ദൈവം സംസാരിക്കുന്ന വഴിയാണ്. അടഞ്ഞ വഴികൾ അവസാനത്തെ വഴികളല്ല, പുതിയ വഴി തിരിഞ്ഞെടുക്കാനുള്ള ദൈവത്തിന്റെ വിളിയാണ്, മറക്കരുത്. ചില കാര്യം ചെയ്തിട്ട് ഒരിക്കലും അത് ഗതി പിടിക്കുന്നില്ല. അടഞ്ഞ വഴികൾ അവസാനത്തെ വഴികളല്ല, പുതിയ വഴി തിരഞ്ഞെടുക്കാനുള്ള ദൈവത്തിന്റെ വെളിപാടും ദൈവത്തിന്റെ വിളിയുമാണ്. അപ്പോൾ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. പൂർവ്വകാലങ്ങളിൽ പല വഴികളിൽ പല രീതികളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു, ഈശോ മിശിഹായിലൂടെ സംസാരിച്ച് നമ്മളത് കണ്ടു.